ഓക്കെ. പിന്നെ എന്താ പറയാ, നിങ്ങളിപ്പോ ഈ ഒരു വന്നതിന് ചെറിയൊരു എഫേർട്ട് അല്ല, നല്ലൊരു എഫേർട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ടാവും. കാരണം രാവിലെ എന്ന് പറയുന്നത് കുട്ടികളുടെ കാര്യത്തില്, നമ്മുടെ വീട്ടിലെ ജോലി എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ഒരാളാണ്. എന്നിട്ടും നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് പേരാണെന്നുണ്ടെങ്കിലും ആ എഫേർട്ട് എടുത്ത് വന്നതിന് വെരി വെരി താങ്ക്സ് പറയണം. പിന്നെ എന്താ പറയാ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും ഓരോ ഫീനിക്സ് പക്ഷികളെ പോലെയാണ്. എൻ്റെ മുമ്പിൽ എനിക്ക് കാഴ്ചയിൽ ഞാനും ഇതുപോലെയുള്ള ഒരാൾ തന്നെയാണ്. ഈ ഫീനിക്സ് പക്ഷിയുടെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയോ? ഷെറിൻ, ഫീനിക്സ് പക്ഷിയുടെ പ്രത്യേകത ഒന്ന് പറയാമോ? കേട്ടിട്ടുള്ളത് അത് ചാരത്തിൽ നിന്നും വീണ്ടും അതെ ഉയർത്തിയുള്ള അങ്ങനെയാണ് അതെ അതെ കഥകളിൽ കേട്ടിട്ടുള്ളത് അല്ലേ? അതെ അതെ. അപ്പോ ഓരോ ഫീനിക്സ് പക്ഷികൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അപ്പൊ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നംസീറ. ഞാൻ മുബിഷ്റ മാമിന്റെ ഒരു പ്രൈം മെന്റിയും കൂടിയാണ്. അപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സക്സസ് എൻ്റെ ഒരു ജീവിതത്തിൽ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫീനിക്സ് പക്ഷി എന്ന് പറയാൻ കാരണം ഞാനും അതുപോലുള്ള ഒരു ഫീനിക്സ് പക്ഷി തന്നെയാണ്. ഈ ഫീനിക്സ് പക്ഷികൾ എന്ന് പറയുന്നത് നമ്മുടെ പുരാതന ലേഖനങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അവയ്ക്ക് റീബർത്ത് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട് എന്നാ പറയുന്നത്. കാരണം അവരെത്ര ഉരുകി ഏത് തീയിലിട്ട് ഉരുക്കി കളഞ്ഞാലും അതിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും എന്നാ പറയുന്നത്. അതുപോലെയുള്ളവരാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫീനിക്സ് പക്ഷികൾക്ക് എന്താ പവിഴത്തിന്റെ നിറത്തിലുള്ള ചിറകുകളും അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള തലകളുമായിട്ടാണ് അവർ ജനിക്കുന്നതെന്നാ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ പവിഴ സ്വർണ്ണ കളറിലുള്ള ഓരോ ശരീരമായിട്ട് തന്നെയാണ് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ പല പ്രശ്നങ്ങൾ കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളൊക്കെ കലങ്ങി മറിഞ്ഞ് ആകെ തകിട് മറിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതിന്നൊക്കെ നമുക്ക് റീബർത്ത് ചെയ്ത് വരണം എന്നുള്ളതാണ്. റീസ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ആ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾസിന്റെയും അതുപോലെ സാക്രിഫൈസിന്റെയും സ്ട്രെസ്സിന്റെയും ഒക്കെ ഈ തീയിൽ നിന്ന് ഒരുങ്ങിയിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം വീണ്ടും നമ്മൾ പുനർജനിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വീണ്ടും നമ്മൾ അതിന്ന് വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെ ഒക്കെ ഉറവിടങ്ങളായിട്ട് വീണ്ടും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ട് ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ കാര്യം കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ രാവിലെ വീണ്ടും നമ്മൾ ആ കുഞ്ഞു മക്കളെ മുഖം കാണുമ്പോൾ, നമ്മുടെ ഹസ്ബൻഡിനെ കാണുമ്പോൾ, നമ്മുടെ വീട്ടുകാരെ കാണുമ്പോൾ വീണ്ടും നമ്മൾ റീബർത്ത് ചെയ്യാണ്. അപ്പൊ ശരിക്കും നമ്മൾ എന്താണ്, നമ്മളൊരു ഫീനിക്സ് പക്ഷി എന്ന് തന്നെ നമ്മളെ വിളിക്കാം അല്ലെ? പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു തോൽക്കല് നമ്മുടെ മുന്നിലില്ല. നമുക്ക് ഏതൊരു തോൽവി എന്ന് പറയുന്നത് അത് വിജയത്തിന്റെ ഒരു ആദ്യ സ്റ്റെപ്പാണ്. ഒരു തോൽവി ഉണ്ടെങ്കിൽ, ഒരിക്കൽ തോറ്റിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് അത് വിജയിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എഫേർട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിന് കഴിയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണം. ഒന്ന് എന്താണ്? ആത്മാർത്ഥത. രണ്ടാമത്തത് എന്താണ്? കഠിനമായിട്ടുള്ള പ്രയത്നം. ഈ ആത്മാർത്ഥതയും കഠിന പ്രയത്നവും എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ പടച്ചവന്റെ മുന്നിൽ, നിങ്ങൾ എല്ലാവരും നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവരെല്ലാവരും വിശ്വാസിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ പടച്ചവന്റെ മുമ്പില് ആ ഒരു ക്വാളിറ്റിയോട് കൂടെ നമ്മൾ എന്താണ് കഠിന പ്രയത്നത്തിലൂടെ ആത്മാർത്ഥതയോടെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു സക്സസിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയും, ഇന്ന ഇത്ര ആൾക്കാർ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതല്ല, ഞാൻ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്, ആ ഒരു ഇത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കരുത്. ആ ഒരു ഈഗോ എന്ന് പറയുന്ന ഞാൻ ഈ ജയിക്കുന്നത് മറ്റുള്ളവർക്ക്, അങ്ങനെ ഒരിക്കലും വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഡെവിൾ എന്ന് പറയുന്നതാണ് പൈശാചികമായിട്ടുള്ള ഒരു ഇത് കടന്നു വരും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ഉള്ളിനെ എപ്പോഴും ഡിവൈൻ പടച്ച റബ്ബിന്റെ ഒരു കണക്ഷനുമായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ എന്താവും, ആ ഒരു കണക്ഷന് നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെ? ആ ഒരു പടച്ചവൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കണ്ടനാടിനേക്കാട്ടിലും അടുത്താണ് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡെവിൾ പൈശാചി ശക്തി നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ നാഡി ഞരമ്പുകളുടെ ഉള്ളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്
നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലെ? നമ്മൾ തീരുമാനിച്ചാൽ മാത്രം നമ്മൾ ഡെവിളിനെ ആണോ വേണ്ടത് അതോ ഡിവൈനെയാണോ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടതെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ കണക്ഷനോട് കൂടെ അത്രയും പടച്ച റബ്ബിനോടടുത്ത് നമ്മുടെ ഒരു ആത്മശുദ്ധിയോടുകൂടെ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഉദ്ദേശിച്ച നിങ്ങൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു ഉദ്ദേശം ഒരു ഡ്രീംസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ഏത് വിധത്തിൽ എത്തണം എന്നുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ഒരു പഠിക്കാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു ഉന്നത ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെ അറിയാതെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ തേടുന്നത് ആ തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെയും തേടുന്നുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. റൂമി പറഞ്ഞതുപോലെ നിങ്ങളെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം നിങ്ങളിൽ തന്നെ നമ്മളെ കണ്ടെത്തേണ്ടത്. പിന്നീട് ആ പ്രപഞ്ചം എന്ന് പറയുന്നത് അതിനുള്ള ഓരോ വഴികളും നമ്മുടെ മുമ്പില് ഓരോന്നായിട്ട് നമുക്ക് തുറന്നു തരുന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നമ്മളിങ്ങനെ അടഞ്ഞ് നിശബ്ദയായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് നമ്മുടെ സക്സസിലേക്ക് എത്തൂല. ലക്ഷ്യത്തിലേക്ക് നമ്മൾ ആ ഗോളിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ പല അവസരങ്ങളും നമ്മുടെ മുന്നിൽ വന്നു പോയിട്ടുണ്ടാകും. എനിക്ക് ഇതിനൊന്നും കഴിയില്ല, അല്ലെങ്കിൽ കുട്ടികളാണ്, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടില്ല. ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ പറ്റൂല. ഫാമിലി സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിലും മക്കളുടെ അതില്ലാന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു സൈഡില് നമ്മൾ അതിനാണ് പറയുന്നത് സാക്രിഫൈസ് ചെയ്ത് നമ്മൾ അത്രയും കഠിന പ്രയത്നം ചെയ്ത് നമ്മളത് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അനുകൂലമായിട്ട് എത്തുന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ കണക്ഷൻ നമ്മൾ എപ്പോഴും പിടിവിടാതെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ലക്ഷ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിന് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ അറിയാതെ മനസ്സിൽ തോന്നിപ്പോവും. പക്ഷെ ഓരോന്നിനും ഓരോ അവസരങ്ങളുണ്ട്. ഇപ്പോ നമ്മുടെ മുന്നിൽ ഇപ്പോ ഈ കുറച്ച് പേരുള്ളൂ എന്നുണ്ടെങ്കിലും ആ ഉള്ള ആൾക്കാർക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയെന്നുള്ളത് അത് പടച്ച റബ്ബ് പ്രപഞ്ചമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു അവസരമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ആഡ് കണ്ടില്ല എന്നിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ ഒന്നോ രണ്ടോ നാലോ എത്ര പേരാണെന്നുണ്ടെങ്കിലും അത് വന്നിട്ട് അവർക്ക് ആ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. പിന്നെ ഒന്നെന്നുള്ളത് പിന്നെ ഈ ഒരു സക്സസ് എന്നുള്ളത് നമ്മൾ പടുത്തുയർത്തേണ്ട കാര്യം. ചിലപ്പോൾ നമ്മൾ പടിയുന്ന താഴെ വീഴും, പക്ഷെ അതിന്ന് വീണ്ടും റീബർത്ത് ചെയ്ത് നമ്മൾ വീണ്ടും സ്റ്റെപ്പുകൾ കഠിന പ്രയത്നം ഞാൻ ജയിക്കും എന്നുള്ള ഒരു നമ്മുടെ ഇന്റൻഷൻ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തുന്നുള്ളതാണ്. പിന്നെ എനിക്കത് പറയാനുള്ള ഇതിനുള്ളത് ഒരു ഇത് പറയുന്നുണ്ട്, ലോ ഓഫ് കൺസിസ്റ്റൻസി എന്നുള്ളത്. ലോ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാറ എന്ന് പറയും നമുക്കറിയാം. അത്രയും കഠിനമായിട്ടുള്ളതാണ് ഒരു പാറ എന്ന് പറയുന്നത്. നമുക്ക് എത്രയോ ആവർത്തിച്ച് ചെയ്താലും ചിലപ്പോൾ അത് പൊട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതിന്റെ പുറത്ത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം നമ്മൾ ഒരു തവണ പെട്ടെന്ന് നമ്മളാണ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാറക്കൊന്നും സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കൂല. പക്ഷേ കാലക്രമേണ ഇറ്റിറ്റായിട്ട് ഓരോ തുള്ളി വെള്ളം നമ്മൾ കാലക്രമേണ ഇറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ ആ ഒരു പാറയ്ക്ക് എന്താവും? ഒരു തുളവ് വീണിട്ടുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു വിള്ളൽ വീണിട്ടുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു പുഴയുടെ വക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു കുളത്തിന്റെ വക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും വെള്ളം ചെല്ലുന്ന ഭാഗത്ത് ആ ഒരു ഇതിന് ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളുടെ ഒരു കൂടാരാണ്. വീട്ടുകാരുടെ പ്രശ്നം, മക്കളുടെ പ്രശ്നം, അത് ഇത് എന്ന് പറഞ്ഞിട്ട് കൂമ്പാര കണക്കിനാണ്. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഒരു പ്രകാശത്തിന്റെ തരി ഇതുപോലുള്ള ക്ലാസ്സുകൾ, പോസിറ്റീവായിട്ടുള്ള കോട്സുകൾ, അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി കിട്ടുന്ന നമ്മുടെ പ്രപഞ്ചം നമുക്ക് തരുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മളുടെ ഉള്ളിലോട്ട് എത്തിക്കുമ്പോൾ അതിന്റെ ആ ഒരു മാറ്റം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് വൈ ആർ സ്റ്റാൻഡിങ് സ്റ്റിൽ? അപ്പോ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളത്? നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, വിജയിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് നമ്മൾ പെർഫെക്ഷൻ ആകാൻ ചിലപ്പോൾ നമുക്ക് കഴിയോ? ഇല്ല. അതിന്റെ ഒരു സൈഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തിട്ട് എന്ത് വേണം?
നമ്മൾ അതിനൊക്കെ പുറത്ത് നിർത്തുക. നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്നത് മാത്രം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ ഒരു ബൗണ്ടറിക്ക് പുറത്താക്കിയിട്ട് നിർത്തുക എന്നുള്ളതാണ്. മിസ്റ്റേക്ക് ഹാപ്പൻ, നമ്മുടെ മനുഷ്യന്മാരാണ്, പല പ്രശ്നങ്ങളും പല മിസ്റ്റേക്കുകളും നമ്മൾ ഉള്ളിലുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? അതിന് വി മസ്റ്റ് മൂവ് ഓൺ. നമ്മൾ അതിന്ന് മറികടക്കുക. അതിന്ന് മറികടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരുള്ളൂ. അപ്പോ ഈ ലോകത്ത് ഏറ്റവും വലിയൊരു, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ സ്പീക്കർ ആരാന്നറിയോ നിങ്ങക്ക്? ആരാന്നറിയോ? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ, അല്ലെ ഒന്ന് പറയോ? ചെറിയ സോറി മോട്ടിവേഷൻ. സോറി ഹലോ, കേട്ടില്ല. ഇല്ല, ആ, എനിക്കറിയില്ല. മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓരോ മോട്ടിവേഷൻ സ്പീക്കറുകളാണ്. കാരണം എല്ലാവരും ഒരു സപ്പോർട്ടിന് മാത്രമേ നമ്മുടെ അടുത്ത് വരുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച മോട്ടിവേഷൻ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു സൈഡിൽ ഒരു ചെവി കൂടെ അങ്ങനെ കേൾക്കുന്നുണ്ടാവും, അതൊരു സൈഡിൽ കൂടെ പോകും. പക്ഷെ ഒരിക്കലും അത് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കൂല. പക്ഷെ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉള്ളിൽ കൊടുക്കണം. എനിക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട്, എനിക്ക് ആ സക്സസിലേക്ക് എത്തണം. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഓരോരുത്തരും നമ്മൾ ഓരോ കോട്ടുകൾ വായിക്കുമ്പോൾ എത്രയും ഓരോ ലോകത്തിന്റെ പ്രഗത്ഭരായിട്ടുള്ള ഓരോ വ്യക്തികളും പെട്ടെന്ന് ഒരു തവണ അങ്ങോട്ട് വിജയിച്ചു വന്നവരല്ല. ഒരുപാട് കഷ്ടതകളും യാതനകളും ഒക്കെ അനുഭവിച്ച് വന്നിട്ടാണ് അവർ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, ചവിട്ടുപടിയാണെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് PhD എടുത്തവരോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടിയ ആൾക്കാരോ അല്ലെങ്കിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ നിനക്ക് കഴിയൂല എന്ന് പറഞ്ഞ് ലോകം മാറ്റി നിർത്തുമ്പോഴും, ഒരു സൈഡിൽ നിന്ന് അവരെ മാറ്റി നിർത്തുമ്പോഴും അവര് സ്വയം അവരുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മളെ പോലുള്ള എത്രയോ ആൾക്കാരില്ലേ, ഡോക്ടേഴ്സ് ഇല്ലേ, നമ്മളെ മാരിയുള്ള ഒരുപാട് ലേഡി ഫിനാൻഷ്യൽ ഫ്രീഡംസ് ഉള്ള ആൾക്കാർ എത്രയോ ഉണ്ട് ഇല്ല. അപ്പൊ അത് സ്വയം നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുണ്ടാണ്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം നമ്മുടെ കൈക്കുള്ളിലാണെന്ന് പറയില്ലേ, പിന്നെ നമ്മളെ ലോകമാണ്. കാരണം എല്ലാവരും ആ ഒരു ബൗണ്ടറിക്ക് പുറത്തായിരിക്കും. കാരണം നമുക്ക് പിന്നെ അവരെന്നെ സ്നേഹിച്ചിട്ടില്ല, ഇവരെന്നെ സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, സന്തോഷം അവര് തന്നില്ല, അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കിട്ടുന്ന സമയം നമുക്ക് എങ്ങനെയൊക്കെയാണോ ആസ്വദിക്കാൻ പറ്റുക, ഈ ലോകത്ത് ഇനി കൂടുതൽ കാലമൊന്നുമില്ല നമുക്ക് ജീവിക്കാൻ. അപ്പൊ കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിലും ഉള്ള സമയം പരമാവധി ആസ്വദിക്കാൻ കഴിയുക. നമുക്ക് കൂടുതൽ പുറത്തൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയകൾ ഒരുപാട് സന്തോഷങ്ങളും പോസിറ്റീവായിട്ടുള്ള കോട്സുകളും സ്പീക്കേഴ്സും ഒരുപാടുണ്ട്, സ്പീച്ചുകൾ കേൾക്കാം. അതുപോലെ തന്നെ ബുക്ക് റീഡ് ചെയ്യാം. അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് നമുക്ക് എന്തൊക്കെ കഴിയും. ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നൈർമല്യത്തോടുകൂടെ, ആ കുഞ്ഞു മനസ്സോടുകൂടെ എംപ്റ്റി കപ്പായി ഒരു ഹ്യൂമൺ ആയിട്ട്, വെറും ഒരു മനുഷ്യനായിട്ട്, ഞാനൊരു ഡോക്ടറാണെന്നുള്ള നകലപ്പില്ലാതെ, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത കൊടുക്കാതെ എല്ലാവരും ഭൂമിയിലേക്ക് എന്താണ്, ഒരു മനുഷ്യനായിട്ടാണ് പിറന്നു വന്നിട്ടുള്ളത്. അപ്പോ നമ്മളൊരു മനുഷ്യനായിട്ട് നമ്മുടെ സക്സസിലേക്ക് എത്താൻ വേണ്ടി ഓരോ ചവിട്ടുപടിയും കഠിന പ്രയത്നത്തിലൂടെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യണം എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ മുബിഷ്ര മാമിനെ നമ്മൾ വെൽക്കം ചെയ്യാണ്. നമ്മുടെ മുബിഷ്ര മാം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് ഞങ്ങൾ താങ്ക്സ് പറയുന്നത് ഞങ്ങളെ മാമിന് വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിവ്, ഞങ്ങളൊക്കെ ഒരു നിങ്ങളെയൊക്കെ പോലെ അത്രയും ഗ്ലൂമിയായി അത്രയും മിണ്ടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ മെന്റലി ആകെ ഡൗൺ ആയി പോയ ഓരോ വ്യക്തികളാണ് ഞങ്ങളിൽ പലരും ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് പോസിറ്റീവായിട്ട് ഈ എനർജി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ മാമും കൂടിയാണ് കേട്ടില്ലേ. അപ്പോ വാം വെൽക്കം ചെയ്യാണ് ഞങ്ങളുടെ മാമിനെ. ക്ലാരിറ്റി കോച്ചായിട്ടുള്ള, കൗൺസിലിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ
എന്താ പറയാ, ഒരുപാട് പറയാൻ അത്രയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം മാമിനെ കുറിച്ച്, വീഡിയോസ് ആയിട്ടും പല ഇതിലും കണ്ടിട്ടും ഉണ്ടാവും. അപ്പോ മാമിനെ ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. മുബഷിറ മാം, അറിയത്? Yes, dear. താങ്ക് യു മാം. Thank you so വെൽക്കം. much for your wonderful introduction. താങ്ക് യു മാം. മാം, ഒരു എക്കോ ഉണ്ട് മാം. Okay. Yes, dears. Once again, welcome. ഇന്ന് ഈ 3 ദിവസവും നമ്മളെ കൂടെയുള്ള കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അവരോടാണ് വളരെ സന്തോഷത്തോടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാത്രമാണ്. സോ ഒന്ന് കൈ നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തേ. ആത്മാർത്ഥമായിട്ട് പറയാം യെസ്. നിങ്ങൾ നെഞ്ചിൽ തട്ടിയിട്ട് പറയാം യെസ്, യു ആർ വെരി ഗുഡ്, യു ഡിഡ് ഇറ്റ്. അല്ലെ, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. മാറണം എന്നുള്ള ഒരു മനസ്സ് അതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ പുലർച്ചെ ഈ സമയത്തോടെ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ കിടന്ന് മൂടിക്കടച്ച് ഉറങ്ങാൻ പറ്റുന്ന നല്ല ടൈമാണ്, നല്ല മഴയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ പണിയിൽ പെട്ടിട്ട് അങ്ങനെ ലോക്കായി കിടക്കും. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഗ്രേറ്റ്. ഹഫ്സ മാം, ഷാഹില, സലീന, ഭീമ ഒക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് നന്നായിരുന്നു. ഭീമനെ ഞാൻ കുറെ ദിവസമായി വിളിക്കൽ തുടങ്ങിയിട്ട് ഭീമനെ കാണാനില്ല. യെസ്, കുറച്ച് സമയം ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഒന്ന് ഇരുന്നത് നിങ്ങൾക്ക് കൊടുക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന സമയം. നമ്മൾ ഈ 3 ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ശരിക്കും ഇതൊരു അവയർനെസ് ആണ്, നിങ്ങളെ ഉള്ളിലേക്കുള്ള ഒരു തിരിച്ചറിവ്. നമ്മൾ കലവറ തുറന്ന് ആ നിധി തേടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മനസ്സെന്ന കലവറയുടെ ഉള്ളിലേക്ക് ചെന്ന് ആ ചെപ്പ് നമ്മൾ തുറന്നു. ചെപ്പിന്റെ ഉള്ളിലെ നിധിയുണ്ട്. ആ നിധി എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപാട് നിധികളുണ്ടാവും. ചിലപ്പോ പവിഴം, മുത്ത്, പലതരത്തിലുള്ള നിധികളായിരിക്കാം, വജ്രമൊക്കെ ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് നിധി നമുക്ക് വേണം. താങ്ക് യു മാം, ആഫ്സവൻ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ വർക്കിലായിക്കോട്ടെ, നൗസിൻ, നമ്മളിവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു സ്പോട്ടിൽ ഇരുന്നിട്ട് ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ആ ഒരു നിധി തേടിയുള്ള യാത്രയില് ഈ ചെപ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് ആ നിധി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ നിധിയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ബോധം നമുക്ക് വേണം. എങ്ങനെയായിരിക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും ഈ പഴയ സംഭവങ്ങളൊക്കെ കിട്ടിപ്പോന്നുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലെ. എന്തെങ്കിലുമൊക്കെ അവരുടെ വീടിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വല്ല മണ്ണൊക്കെ ഇളക്കുന്ന സമയത്തൊക്കെ കിട്ടിപ്പോന്നിട്ടുള്ള കുറെ നിധികളുണ്ട്. പക്ഷെ ആ നിധിയെ അവർക്ക് ഉപയോഗപ്പെടുത്താതെ ജീവിതം ഒന്നും അല്ലാതെ പോയിട്ടുള്ള ആളുകളുണ്ട്. അവരും ഞങ്ങളെ അടുത്തുണ്ട്, ഒരു വൈദ്യ ഫാമിലിയാണ്. അവരുടെ ഫാമിലിയിൽ പഴയ ഒരു സംഭവം അവർക്ക് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കിട്ടിയതിന് ശേഷം അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും പല രീതിയിലുള്ള പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയുണ്ട്. നമുക്ക് കിട്ടുന്ന നിധിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള കൃത്യമായ അവയർനെസ് നമുക്ക് ഉണ്ടാവണം. സോ ഇന്ന് ആ നിധി എടുക്കുന്നതിന് മുന്നേ ആ അവയർനെസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്ന നിധിയെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ഡിയേഴ്സ്, ഈ ഒരു അവയർനെസ്സിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫോണിന്റെ ക്യാമറയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് മിററിന് മുന്നിലാണ് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് നോക്കി നിങ്ങൾ കണ്ണുകളിലേക്കൊന്ന് നോക്കുക. ഒരു 2 മിനിറ്റ് സമയം. ആ സമയം എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ആ കണ്ണ് നിങ്ങളുടെ ആ ഒരു ക്യാമറയിലേക്കൊന്ന് നോക്കിയിട്ട് നിങ്ങളെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയാം യെസ്. എനിക്ക് എന്റേതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. എന്റേതല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കാനും എൻ്റെ ഉള്ളിലെ സത്യത്തെ തിരിച്ചറിയാനും ഞാൻ റെഡിയാണ്. നിങ്ങളെ കണ്ണിൽ നോക്കിയിട്ടൊന്ന് പറയും, എന്റേതല്ലാത്തതിനൊക്കെ ഒഴിവാക്കാനും എൻ്റെ സത്യത്തെ തിരിച്ചറിയാനും ഞാൻ റെഡിയാണ് എന്ന് മനസ്സ് തട്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയും. ഓക്കെ, വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, എന്റേതല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കാനും എൻ്റെ സത്യത്തിനെ തിരിച്ചറിയാനും ഞാൻ റെഡിയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പേരിട്ടാണ് നമ്മൾ നടക്കുന്നത്.
നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിപ്പോന്നിട്ടില്ല, പഴയ തലമുറയിൽ നിന്ന് കിട്ടിപ്പോന്നിട്ടില്ല പല പല സംഭവങ്ങളും നമ്മളെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിപ്പോന്നിട്ടില്ല. ഇത് ഓരോന്ന് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടു നടന്ന്, പണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ മൈനേനെ കണ്ട കഥ പറഞ്ഞതുപോലെ ഇതുപോലെ പാരമ്പര്യമായി കിട്ടിയ പല സംഭവങ്ങളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് കൊണ്ട് നടന്ന് ഇതിന്റെ വേര് നമ്മളെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പലതും ശ്രമിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ വേരിനെ നമ്മൾ പറിച്ച് കളയാൻ നോക്കുമ്പോഴും ചിലപ്പോ ആ വേരിന്റെ പൊട്ടുകൾ അവിടെ തന്നെ കുടുങ്ങി കിടക്കുന്നുണ്ട്. വേരിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, പക്ഷെ അതിന്റെ അടിവേര് ഇളകാത്തോണ്ട് അതിങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ടാവും അവിടെ. അപ്പൊ ആ അടിവേരുണ്ടല്ലോ, അത് ഇടക്കിടക്ക് നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. എന്തിലേക്കെങ്കിലും പോകുന്ന സമയത്ത് അവിടെ പുതിയൊരു വിത്തിട്ടിട്ട് അതിങ്ങനെ മുളപ്പിക്കുന്ന സമയത്തായിരിക്കും ആ അടിവേരിൽ കുടുങ്ങിയിട്ട് ഈ വേരിനെ അങ്ങ് വളരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഗ്രോത്ത് അവിടെ നിലച്ചു പോകും. സോ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ അടിവേരിനെ പിഴുതെടുക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും അതിനെ ഇല്ലാതാക്കിയിട്ട് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അത് വെച്ച് നമ്മളെ പാരമ്പര്യത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് കിട്ടിപ്പോന്നുള്ള വേണ്ടാതായിട്ടുള്ള ആഴ്ന്നിറങ്ങിയിട്ടുള്ള ആ മോശമായിട്ടുള്ള കേടുപിടിച്ച് കിടക്കുന്ന ആ വേരിനെ, നിങ്ങള് വീട്ടിലൊരു പടുവൃക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, ഒന്നിനും കൊള്ളത്തില്ല. ആ മരം നിങ്ങൾക്ക് വെട്ടിക്കളയണം, അതിന്റെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞു, പക്ഷെ അതിന്റെ വേര് അവിടെ ഉണ്ടാവും. നമ്മളെ വീട്ടിലൊരു ഫ്രണ്ടിൽ തന്നെ ഒരു മുരിങ്ങാമരം ഉണ്ടായിരുന്നു. ഒരു പണി എടുക്കുന്ന ആള് വന്നിട്ട് എന്ത് ചെയ്തു, മതിലൊക്കെ ചെയ്ത സമയത്ത് ഇത് വെട്ടി. മതിലിനോട് ചേർന്നിട്ട് അത് നിൽക്കുന്നത്, അത്യാവശ്യം വണ്ണത്തിൽ നിൽക്കുന്ന മതിലിങ്ങനെ തള്ളൽ തുടങ്ങി. അപ്പൊ ഇയാള് വന്ന് ഇത് വെട്ടിയിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് പെട്രോളും എന്തൊക്കെയൊക്കെ കൊണ്ടുവന്ന് അതിന്റെ മേലെ ഒഴിച്ചിട്ട് അത് കത്തിച്ചൊക്കെ ചെയ്തു. എടുത്ത് പറഞ്ഞു അത് കംപ്ലീറ്റ്ലി തീരുമാനമാക്കിയിട്ടുണ്ട്, ഇനി ഇത് ഇവിടെ മുളക്കയില്ല എന്ന് പറഞ്ഞു. ആള് പോയി 1 മാസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഇതിന്ന് പുതിയ നാമ്പുകൾ വരൽ തുടങ്ങി. വീണ്ടും അവിടെ ആ മരം വളർന്നു തുടങ്ങി. ബിക്കോസ് അതിന്റെ വേര് പോയിട്ടുണ്ടായിരുന്നില്ല. ആ മേലെ എന്ത് തന്നെ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞിട്ടും അതിന്റെ അടിവേര് പോവാത്തതുകൊണ്ട് അതിൽ നിന്ന് വീണ്ടും അത് പൊട്ടി വന്ന് ആ മതിലിനെ വീണ്ടും തള്ളി തുടങ്ങി. ഇത് നമ്മളെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് തന്നെയാണ് റൂട്ട്. ഇത് നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ആ അടിവേരിനെ തള്ളി പറിച്ചെടുത്തിട്ട് അത് ക്ലിയർ ആക്കണം. ആ ഗ്രൗണ്ട് ലെവലിൽ ക്ലിയർ ആക്കിയിട്ട് പുതിയ വിത്തിട്ട് കൊടുക്കുമ്പോഴാണ് അത് അവിടെ സ്ട്രോങ് ആയിട്ട് അതിന് അതുപോലെ വളർന്നു വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളെ ഉള്ളിൽ ഈ പാരമ്പര്യമായി കിട്ടിപ്പോകുന്നുള്ള പല സംഭവങ്ങളില്ലേ, പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ലേ, ഉണ്ടാവാം. ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാ നമുക്ക് തരുന്നത്? പഠിച്ചോണ്ട് അറിയാം നമുക്ക് ഇത്രയും ആ ഒരു ഇത് തന്നു കഴിയുമ്പോഴാണ് നമ്മളത് സ്ട്രോങ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ബിക്കോസ് നമുക്ക് മറികടക്കാൻ പറ്റുന്നേ നമുക്ക് തരുന്നുള്ളൂ, അതിലപ്പുറത്തേക്കുള്ളതൊന്നും നമുക്ക് തരുന്നില്ല. നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്തു നോക്കണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അത്രയും നമ്മൾക്ക് അത്രയും പവർ ഉണ്ട്. അത്രയും പവർ ഉള്ളതുകൊണ്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവചര്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് വേറെ പരിഹാരം തരലല്ല, ഒരൊറ്റ പരിഹാരം കൊണ്ട് എല്ലാ പ്രശ്നത്തിനെയും സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. എല്ലാ പ്രശ്നത്തിനും സോൾവ് ചെയ്യാൻ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവും. അതാണ് ദൈവചര്യ. അത് ആ ഒരു സൊല്യൂഷന് കിട്ടുക എന്നുള്ളിടത്തേക്ക് നമ്മൾ പോകുന്നത്. ഈ ഒരൊറ്റ മരുന്ന് മതി നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും സോൾവ് ചെയ്യാൻ. ഈ മൈൻഡ് പവറിലൂടെ, ആ ഡിവൈൻ കണക്ഷനിലൂടെ നമുക്ക് സാധിക്കും. ഇത് മൈൻഡ് പവർ എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മൾ കാണുന്ന പോലെ ലോ ഓഫ് അട്രാക്ഷൻ അത് നേടിയെടുക്കുന്നു, ഇത് നേടിയെടുക്കുന്നു, അത് മാത്രമല്ല. നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സൃഷ്ടാവിലേക്കുള്ള ആഴത്തുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടിയാണ് ഈ മൈൻഡ് പവറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നമുക്ക് നമ്മളുടെ കഴിവിനെ, നമ്മളുടെ സ്ട്രെങ്ത്തിനെ തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ നന്ദിയുള്ള അടിമയായിട്ട് മാറുന്നുള്ളതിൽ സംശയമില്ല. എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടാ? നമുക്ക് നമ്മളെ കഴിവിനെ കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാ. ഇത്രയും നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്ക് തന്നിട്ട് അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലാത്തതുകൊണ്ടാ. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊന്ന് നോക്കിയേ, കയ്യിൽ ഒരു മുറിവ് വന്നാൽ മതിയില്ലേ, ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ കൈ കൊണ്ട് പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമോ? എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? വേദനിച്ചിട്ട് സഹിക്കാൻ പറ്റില്ല. ഇതുപോലെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയാസം വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ആയിരിക്കും? അത് നമ്മളെ ടോട്ടലി ബോഡീനെ എഫക്ട് ചെയ്യൂലേ, മെന്റലി നമ്മളെ എഫക്ട് ചെയ്യൂലേ? ഇതാണ് അവസ്ഥ. അപ്പൊ ഇത്രയും അതൊന്നും ഇല്ലാത്ത രൂപത്തില് എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞു പോകുന്നവരുണ്ട്. അതിൽ നിന്നും നമ്മൾ എത്രയോ അനുഗ്രഹീതരായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതെ ഇല്ലായ്മയെ പഴിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എന്നും നമുക്ക് ഇല്ലായ്മ തന്നെ ഉണ്ടാവുള്ളൂ. ഉള്ളതിന് നിങ്ങൾ എത്രമാത്രം കാലം നന്ദി പറയുന്നുവോ അത്രയാണ് കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വരിക എന്നുള്ളതാണ്.
സോ നമുക്ക് ഉള്ളതിനെ കുറിച്ച് അവെയർ ആവുക, നമ്മളെ ഉള്ളിനെ കുറിച്ച്, നമ്മളെ ബോഡിയെ കുറിച്ച് അവെയർ ആവുന്നതിനനുസരിച്ചാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ, നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന അടുക്കളയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും മേഖലയിലേക്ക് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പുറത്തിറങ്ങണമെന്നില്ല, നമ്മളെ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് പവർ അത് കൂട്ടണം. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ആ മൈൻഡ് പവർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഒരു പക്ഷി ഒരു കൂട്ടില്, നല്ല ഭംഗിയുള്ള ഒരു കൂടാ, ആ കൂട്ടില് ഒരു കുഞ്ഞു കിളി ജനിച്ചു, ചെറിയൊരു കുഞ്ഞു പക്ഷി ജനിച്ചു. ആ പക്ഷി ജനിച്ച് അതിങ്ങനെ മെല്ലെ മെല്ലെ വളർന്ന് ചിറകൊക്കെ വെച്ച് ഇങ്ങനെ തുടങ്ങി. അപ്പൊ ചിറകൊക്കെ വന്ന സമയത്ത് അതിനിങ്ങനെ തോന്നുക, ഒന്ന് പറക്കണം, ഒന്ന് പറക്കണം എന്ന് തോന്നിയപ്പോ ആ പക്ഷി നോക്കുന്ന സമയത്ത് കൂട് അടച്ചു കിടക്കാണ്, പറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം ആരോ വന്ന കൂട് തുറന്നപ്പോ ഈ പക്ഷി ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിന്നു, പറക്കണം. പക്ഷെ ആ പക്ഷിക്ക് തോന്നുക, അയ്യോ ഞാൻ താഴെ വീണാലോ എന്നുള്ളൊരു ചിന്ത ആ പക്ഷിക്ക് വന്നപ്പോ ആ പക്ഷി ഇങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുക. പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നൊരു തോട്ട് വന്നു, നിനക്ക് ഉയരത്തിലേക്ക് പറക്കാൻ കഴിഞ്ഞാലോ, നീ വീഴല്ല, നിനക്ക് പറക്കാൻ കഴിഞ്ഞാലോ. ആ ഒരു തോട്ട് അതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോ അതിനെ ശ്രദ്ധിച്ച സമയത്ത് ആ പക്ഷി പറന്നു, അത് ഉയരത്തിലേക്ക് പറന്നുപോയി. ഇതുപോലെ നമുക്കും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാൻ നമുക്ക് പറ്റണം. ആ പുറത്തു നിന്നുള്ള നഗരത്തിലെ ഭയങ്കരമായ ഹോണുകളുടെ ഇടയ്ക്ക് നിന്ന് ആ താഴ്വരയിൽ നിന്നുള്ള ശുദ്ധമായ ശബ്ദത്തിന്, ആ ഇന്നർ വോയിസിനെ നമുക്ക് കേൾക്കാൻ പറ്റുമ്പോഴാണ്, അതിനനുസരിച്ച് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉയരത്തിൽ പറക്കാൻ വേണ്ടി പറ്റുക. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അവിടുന്ന് ഒരാൾ പറയും, നീയൊക്കെ ഇപ്പൊ അത് ചെയ്തിട്ട് എന്താ കാര്യം, അല്ലെ? ഇപ്പുറത്തുനിന്ന് ആള് പറയും, എന്നെ കൊണ്ടൊന്നും പറ്റൂലടി, ഒന്നിനും കൊള്ളൂല എന്നെ ഒന്നും. അല്ലെങ്കിൽ അനക്ക് ആ കുട്ടികളെ മക്കളെ നോക്കിയിട്ട് അവിടെ ഇരുന്നാ പോരെ, അന്നെ കെട്ടി ഉണ്ടാക്കുന്ന വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ജീവിച്ചാൽ പോരെ. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് വോയിസുകൾ നമ്മളെ ചുറ്റിനും ഉണ്ടാവും. അപ്പൊ നമ്മളത് കേട്ടിട്ട് ശരിയാ, എനിക്ക് പറ്റൂല, ഞാൻ ചെയ്താൽ ശരിയാവൂല, എന്നെ കൊണ്ട് പറ്റൂല, ഇങ്ങനെ കുറെ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വന്നു തുടങ്ങും. അപ്പൊ നമ്മൾ ഡൗൺ. പകരം ആ പുറത്തേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം ആ സോൾ, നമ്മളായിട്ട് മാത്രമുള്ള കുറച്ച് സമയം എപ്പോഴും ഉണ്ടാവണം. നമ്മളെ ആത്മാവിനെ കേൾക്കാൻ നമ്മളുമായിട്ട് മാത്രമുള്ള സെൽഫ് മാത്രമായിട്ടുള്ള കുറച്ച് സമയങ്ങൾ നമുക്ക് കൊടുക്കണം. അപ്പോഴുണ്ടാകുന്ന ആ താഴ്വരയിൽ നിന്നുള്ള ശുദ്ധമായ വോയിസ്, ആ ഇന്നർ വോയിസ്, ആ വിഷ്പറിങ്, ആ മന്ത്രം, അത് നമ്മളെ ഉള്ളിൽ നിന്ന് വരിക, പുറത്തുനിന്നല്ല. പുറത്തുനിന്ന് തരുന്നത് അവരുടെ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അപ്പൊ ഉള്ളിൽ നിന്നുള്ള ആ മന്ത്രത്തിനെ നിങ്ങൾക്ക് ശ്രവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാൻ വേണ്ടി ഇരിക്കണം കുറച്ച് സമയം. നമുക്ക് വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ ഡെയിലി പറ്റുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ ലയിച്ചു ചേരും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടെ ഞാൻ എനിക്ക് വേണ്ടി കൊടുക്കാം. അങ്ങനെ കുറച്ചധികം സമയം നിങ്ങൾക്ക് വേണ്ടി കൊടുത്തു തുടങ്ങുമ്പോൾ അറിയാതെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഡിയർ, ഇതാണ് നിന്റെ വഴി, നീ ഇങ്ങോട്ടേക്ക് പോ, നീ ഇത് ചെയ്യും. അതൊരു കാരണവശാലും നമ്മളെ കുടുംബത്തിനെ ഇട്ടിട്ട് പോകുന്ന രീതിയിലല്ല. കുടുംബത്തിനെ ചേർത്ത് പിടിച്ച്, മക്കളെ ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സ്ത്രീകളാണ് സ്വന്തം വയറിൽ നിന്ന് ഉണ്ടായിട്ട് വന്നിട്ടുള്ള ആ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുന്ന എത്ര അമ്മമാരുണ്ട് അല്ലെ? നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണ്. ആ കുഞ്ഞു മുഖം കാണുമ്പോഴായിരിക്കും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളുടെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നത്. അതിനൊക്കെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുക? ആർക്കും ഉണ്ടാവില്ല. കാരണം അത്രയും വലിയ അനുഗ്രഹമാണ്. ഒരു ഉമ്മയാവുക എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു അനുഗ്രഹം വേറെ ഇല്ല. ഒരു ജീവൻ, ഒരു തുടിപ്പ്, അല്ലെ? അതിനൊരു ജന്മം നൽകാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള കഴിവിനെ ഉപേക്ഷിച്ച് നമ്മൾ പോകുന്നതിലേക്ക് എന്തുകൊണ്ട് നമ്മൾ പോകുന്നു? നമ്മളെ മെന്റൽ സ്ട്രെങ്ത് ഡൗൺ ആയതുകൊണ്ടാണ്. പുറത്തെ കാഴ്ചകൾ മാത്രം കണ്ട് അതിലേക്ക് ഓടിപ്പോകുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള തോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ അതിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ ഡിവൈൻ എന്തിനാണോ നമ്മൾ സൃഷ്ടാവ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്, ആ പർപ്പസ് തേടിയിട്ടുള്ള യാത്രയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് പറ്റൂല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് കഴിയില്ല, ഇപ്പൊ ഈ വയസ്സ് എത്രയായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങനെയാ ചെയ്യുക, എന്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞ ഒട്ടും കേൾക്കൂലല്ലോ, മൂപ്പരുടെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെയാ ചെയ്യുക, വേറെ ആരെങ്കിലുമൊക്കെ ആണ് എന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെവർ. ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളെ ഉമ്മയുടെ ഗർഭപാത്രത്തില് കോടാനുകോടി ബീജങ്ങളിൽ നിന്ന് നമ്മളെന്ന് ഒരാൾ മാത്രം
എന്തുകൊണ്ട്? ഓടിക്കിതച്ച് അവിടെ സ്ഥാനം പിടിച്ചു. നമുക്ക് എന്തോ ഒന്ന് നേടാനുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നിലാക്കിയിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ടാ. അല്ലാതെ ഒരു ഓട്ടോ മത്സരത്തിൽ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഓടാൻ നിൽക്കോ? ആ ലക്ഷ്യം പൂർത്തിയാക്കി എനിക്ക് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം, അതിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആ മത്സരങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ അവർ മത്സരത്തിൽ പങ്കെടുക്കാതെ വീട്ടിലൊതുങ്ങി കൂടി ഇരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. ആ മത്സരത്തിൽ പങ്കെടുത്ത് അവിടെ നമ്മൾ 1ാം സ്ഥാനം നേടി ആ ഗർഭപാത്രത്തിൽ ഒരു ഇടം സ്ഥാപിച്ച് ഇന്ന് മനുഷ്യൻ എന്ന രൂപത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ന മനുഷ്യനുള്ള അർപ്പിതമായിട്ടുള്ള കർത്തവ്യമുണ്ട്. ആ കർത്തവ്യത്തിനെ പൂർത്തീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അത് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ബിക്കോസ് നിങ്ങൾ ഓടി എത്തിയവരാണ്. പറ്റും, യു ക്യാൻ. ഒരുപാട് വീഴ്ചകൾ കുഞ്ഞുനാളിൽ നമ്മൾ വീണിട്ടുണ്ട്. മുട്ടുകുത്തി വീണോ, സ്റ്റെപ്പ് മറിഞ്ഞു വീണോ, കസേരന്ന് കൊഴിഞ്ഞാടി, എന്നിട്ടൊന്നും എനിക്ക് ഇനി നടക്കാൻ പറ്റൂല അമ്മച്ചിയെ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നോ? ഇല്ല. ഇന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോ? ഇല്ല. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചു, അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചു. നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തി. പക്ഷെ ആ എത്തിയതിൽ എവിടേക്കോ നമ്മളതല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടേതല്ലാത്ത എന്തൊക്കെയാണ് നിങ്ങളുടെ പേര് നടക്കുന്നത്? എന്തൊക്കെ വിശ്വാസങ്ങളാണ് നിങ്ങളുടേതല്ലാത്തത് നിങ്ങൾ കൊണ്ടുനടക്കുന്നത്? ആരോ ഇട്ട് തന്നതായിരിക്കാം. കൊക്കിൽ ഒതുങ്ങുന്നത് കുത്തിയ മതി, പെണ്ണാണ് നീ ഒതുങ്ങിയിരുന്നോ, ഇതിലപ്പുറത്തേക്കൊന്നും നീ പോകാൻ പാടില്ല, നിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല, അല്ലെ? ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളുടേതല്ലാത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുള്ളിൽ ഒരു ബിലീഫിനെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കഴിവിനെ അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. ആ വേരിനെ അങ്ങ് പറിച്ചു കളഞ്ഞാൽ മതി. ആ വേണ്ടാത്തതായിട്ട് കറ പിടിച്ച് കിടക്കുന്ന, പൊട്ടിപ്പോയി കിടക്കുന്ന ആ വേരിനെ എടുത്ത് കളയാം. അത് വേണ്ട അവിടെ, അതിന് ആവശ്യമില്ല. കാരണം അവിടെ പുതിയ തൈകൾ വെച്ച് ആ പുതിയ വേരിനെ നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക്, ആ പടച്ചോൻ നമ്മളെ സൃഷ്ടാവ് നമ്മളെ എങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിനനുസരിച്ചുള്ള എന്താണ് എൻ്റെ പാഷൻ, എന്താണ് എൻ്റെ കഴിവ്, എന്നിൽ ഏറ്റവും അധികമുള്ള കഴിവ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ കഴിവിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കണം. എല്ലാവർക്കും സംസാരിക്കാനൊന്നും കഴിയുന്നു വരില്ല, അല്ലെ? ഇപ്പൊ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുന്ന നമ്മുടെ പ്രീമിയം മെന്റീസിൽ 3 പേരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളാണ്. ഒരാളതിലേക്ക് എടുത്തു വന്ന സമയത്താണ് അവരുടെ ഉള്ളിൽ നിന്നും അവര് കുറച്ചു മുന്നേ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ അവര് ആഗ്രഹിച്ച ആ ഒരു ഡ്രീമിലേക്ക് അവരെത്തുന്നത്. ബിക്കോസ് ഈ ജേർണി അല്ല, അതിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് അവരുടെ സ്കില്ല് കിടക്കുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ട്രെയിനർമാരാക്കിയിട്ട് ഇതിനെ മുന്നിൽ ഇരുത്തുക എന്നുള്ളതല്ല. ഓരോരുത്തരുള്ളിലുള്ള കഴിവ് എന്താണ്, ആ കഴിവിനെ കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് നിങ്ങളെ സ്ട്രോങ് ആക്കിയിട്ട് നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു സപ്പോർട്ട്, അതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് പറ്റും. കഴിയില്ല എന്നൊരിക്കലും നമുക്ക് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടിപ്പോന്നിട്ടുള്ള ആ പഴയ ചിന്തകളുടെ കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ ബുക്ക് ഉണ്ടെങ്കിൽ, എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു 360 ഡിഗ്രി നിങ്ങൾ ആ ഒരു ചിന്തേനെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ടോട്ടലി മാറ്റം വരുന്ന ഒരു കാര്യം ഉണ്ടാവും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്. ചിലപ്പോൾ നിങ്ങൾ മടിയാവാം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം. ടൈമിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താത്തത്, കൺസിസ്റ്റൻസി ഇല്ലാത്തത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ 2 3 കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് മാറ്റിയാൽ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആവും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സെഷന് ശേഷം നിങ്ങൾ ചെയ്തിട്ട് നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുണ്ടാവും. 3 മാസം കഴിഞ്ഞിട്ടുള്ള നിങ്ങളെടുത്ത് നിങ്ങൾ അയക്കുന്ന ലെറ്റർ, ഒരു കത്ത്, നിങ്ങൾക്ക് തന്നെ എഴുതുന്ന ഒരു കത്ത്. 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായിരിക്കും?
ഇപ്പൊ നിങ്ങൾ ഈ 3 ഡേയ്സ് ഇവിടെ വന്നപ്പോ ഒന്നാമത്തെ ദിവസം വന്ന നിങ്ങളല്ല ഇന്ന് മൂന്നാമത്തെ ദിവസത്തേക്ക് ഇരിക്കുമ്പോൾ. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ എവിടേക്കോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു ഉൾവിളി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ മാറ്റത്തിന് നിങ്ങൾ ഫോളോ ചെയ്ത്, ആ ഇന്നർ വോയിസിനെ നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. അതിന് കുറേ സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ഉണ്ടാക്കി എടുക്കാനും പറ്റും. സോ ഈ 3 മന്ത്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ആ മാറിയ വ്യക്തിക്ക്, നിങ്ങളിപ്പോ ഈ 360 ഡിഗ്രി മാറ്റം വരുന്ന പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചു. ആ സ്വഭാവം നിങ്ങൾക്ക് മാറ്റാൻ പറ്റോ ഇല്ലയോ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കോ ഇല്ലയോ? നടക്കും. ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു സപ്പോർട്ട് വേണ്ടി വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് എടുക്കുക. ആ മാറ്റത്തിനെ നിങ്ങൾ മാറ്റം കൊണ്ടുവന്നതിന് ശേഷം ആഫ്റ്റർ 3 മന്ത്സ് ഉണ്ടാകുന്ന നിങ്ങൾ, 3 മാസത്തിന് ശേഷമുള്ള നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന ഒരു കത്ത്, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് എന്റെ സൃഷ്ടാവ് എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്തിട്ട് തിരിച്ച് എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. 3 മാസത്തിന് ശേഷമുള്ള നിങ്ങൾക്ക് നിങ്ങളൊരു ലെറ്റർ എഴുതാം. ബിക്കോസ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. പറച്ചിലുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ആക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ എടുത്തെങ്കിൽ മാത്രമാണ്, ആദ്യത്തെ പടിയിൽ ചവിട്ടിയെങ്കിൽ മാത്രമേ മുകളിലത്തെ പടിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. നേരിട്ട് അങ്ങ് ചാടിയിട്ട് കയറുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് ഈ 360 ഡിഗ്രിയിലുള്ള ചേഞ്ച് നമ്മൾ മെല്ലെ വരുത്തി കൊണ്ടുവരണം. അത് വരുത്തി നമ്മൾ അതിലേക്ക് ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു ചേഞ്ചിലേക്ക് നമ്മൾ എത്തുന്നത്. നമുക്ക് സാധ്യമാണത്, സാധ്യമാണ്. അപ്പോ അത് നിങ്ങൾ ആ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാണോ ചോദിക്കുക. ആണെങ്കിൽ ആ മാറ്റങ്ങൾ നിങ്ങൾ എങ്ങനെ വരുത്തും, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ അതിനൊരു സപ്പോർട്ട് എടുക്കുക. അങ്ങനെ ഒരു മാറ്റം വരുത്തിയ വ്യക്തിയായ നിങ്ങൾക്ക് 3 മാസത്തിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന ഒരു കത്ത്, ഡിയർ ഷെറിൽ എഴുതാം, ഡിയർ ഭീമ, ഡിയർ ഷാഹില, എന്നിട്ട് ഇങ്ങനെ എഴുതുക. എന്ത് ഭംഗിയാക്കിയിട്ട് എഴുതുക. ഞാൻ എന്താണ് ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള ആ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള, നീ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സുന്ദരമായ ജീവിതം ഉണ്ടല്ലോ, എന്ത് രസമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നേടിയെടുത്തതിന് ശേഷമുള്ള ലെറ്ററാണ് എഴുതേണ്ടത്. ആ നേടിയെടുത്ത വ്യക്തിക്ക്, ഇപ്പൊ ഞാൻ നംസീറക്ക് എഴുതുകയാണ് 3 മാസത്തിന് ശേഷം. നംസീറ ഒരു ഇന്റർനാഷണൽ ട്രെയിനർ ആയിട്ട് നിൽക്കുന്ന നംസീറക്ക്, വാ നംസീറ, നീ നിന്റെ ലൈഫിൽ ആ ഒരൊറ്റ കാര്യം മാറ്റം വരുത്തിയോണ്ടാണല്ലോ നംസീർ നിനക്ക് ഇത്രയും ഉയരത്തിലേക്ക് നിനക്ക് എത്താൻ പറ്റിയത്. ഇറ്റ്സ് എ ഗ്രേറ്റ്ഫുൾ. നിനക്ക് ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് നീ ഇനിയും നിനക്ക് എത്താൻ വേണ്ടി പറ്റും. അത് നിന്റെ ആ ഒരു സ്കില്ല്, നീ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നിന്റെ അനുഭവങ്ങളെയും നിനക്കൊരു ലേണിംഗ് ആക്കി എടുത്തുകൊണ്ട് അതിന് നിനക്ക് മറ്റുള്ളവരിലേക്ക് ഒരു വഴി തുറന്നു കൊടുക്കാൻ നിനക്ക് പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നീ എടുത്തൊരു സ്റ്റെപ്പ് അത് ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആയിരുന്നു നീ എടുത്തത്. അതുപോലെ ഇനിയും കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഡിയർ, അവർക്ക് നീ ഒരു വഴിയായിട്ട് മാറണം എന്നൊക്കെ നമ്മളോട് പറയാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു പ്രചോദിതമായിട്ടുള്ള ഒരു ലെറ്റർ, ആ ലെറ്റർ ഇങ്ങനെ കാണുമ്പോൾ യെസ് എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുള്ളിൽ വരും. അപ്പൊ എഴുതിയിട്ട് നിങ്ങൾ അത് പറ്റുന്നവർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. കാരണം പോസ്റ്റ് ചെയ്യുന്നതിൽ നോ സിൻ, ബിക്കോസ് അത് നിങ്ങളുടെ ലക്ഷ്യമാണ്. അത് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ആരെങ്കിലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക ഒരു ലെറ്റർ എഴുതിയിട്ട്. റെഡിയാണല്ലോ? ഒന്ന് തംസപ്പ് ഇട്ട് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈക്ക്, എല്ലാരെയും കാണാൻ മുറയത്തിരിക്കുന്നവരൊക്കെ ഒരു ഹാർട്ടിന്റെ ചിഹ്നെങ്കിലും ഒന്ന് സ്ക്രീനിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളൊരു ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എനിവേ, ഇത് 1ാമത്തെ ദിവസം നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് 3ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡിൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ആ ഷിഫ്റ്റിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാനിരിക്കുകയാണ്. സോ നമ്മളെ മൈൻഡിനെ ഒന്നുകൂടെ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, അതിലേക്ക് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി മൂവ് ഓൺ മെഡിറ്റേഷൻ. ഇത് നിങ്ങൾ ഡിവൈൻ കണക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന മെഡിറ്റേഷൻ ആണ്. സോ വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഈ ഡിവൈൻ കണക്ഷൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മേ ബി ഞാൻ നിങ്ങൾ ഇതിൽ നമ്മുടെ സെഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ ഒക്കെ കിട്ടും. അപ്പൊ ഈ ഇത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ ഈ ഒരു ലൈറ്റ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെയിം കാസ്റ്റിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയണം, നമ്മുടെ പ്രെയർ ടൈമിലൊക്കെ അറിയാതെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും.
അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാണ്ടായിരുന്നത്, വല്ല കടവും കിട്ടാണ്ടായിരുന്നത്, എല്ലാ കാര്യവും ഓർമ്മ വരുന്നത് ആ പ്രെയർ ടൈമിലായിരിക്കും. അപ്പൊ ആ ഒരു ചിന്തകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഡിവൈൻ കണക്ഷൻ സ്ട്രോങ് ആക്കുന്നതിന് നിങ്ങൾ ഈ ഡിവൈൻ ലൈറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സാധിക്കും. നമുക്ക് മുന്നിൽ ആ ഒരു ലൈറ്റ് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് പഠിച്ചവനോട് പറയുന്നത് പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് ലൈറ്റ് മെഡിറ്റേഷൻ. അപ്പൊ കൃത്യമായ രീതിയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ദിവസം അതിലൂടെ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂജ് ഷിഫ്റ്റ് ആയിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ആരെങ്കിലും ആ ഒരു ലൈറ്റ് കണക്ഷൻ ചെയ്യുന്നവരുണ്ടോ? ഞാൻ മെഡിറ്റേഷന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. ജസ്റ്റ് വി മൂവ് ഓൺ മെഡിറ്റേഷൻ. കുറച്ച് സമയം ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇരിക്കുക കേട്ടോ. തിരക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ഫ്രീ ആയിട്ട് കുറച്ച് സമയം മൈൻഡ് ഫുൾ ആയിട്ട് ഇതിലേക്ക് കൊടുക്കുക. ഇനി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിനെ നമ്മൾ തന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നൻസിറ? ഒന്ന് വോയിസിൽ പറയണേ. അറിയാനുള്ള പ്രോസസ്സാണ് കംഫർട്ട്. ഇനി ഒന്നുകൂടെ നമ്മുടെ sound. ഉള്ളിന്റെ ഉള്ളിനെ നമ്മൾ തന്നെ ഒന്നുകൂടെ sound അറിയാനുള്ള വേണം. പ്രോസസ്സാണ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നട്ടല് കഴുത്തൊക്കെ സ്ട്രൈറ്റ് ആക്കി വെക്കാം. ബാക്ക് സപ്പോർട്ട് വേണ്ടവർക്ക് ബാക്ക് സപ്പോർട്ട് എടുക്കാം. പതുക്കെ റിലാക്സ് ആയിട്ട് കണ്ണുകളടക്കാം. ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാത്രമാക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ച് മെല്ലെ അത് പുറത്തേക്ക് വിടാം. ശ്വാസം പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ ദ്വാരങ്ങളിൽ ചെറുതായിട്ടത് സ്പർശിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. അതൊന്ന് ശ്രദ്ധിക്കാം. അതിനെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ചില ആളുകൾക്ക് മൂക്കിൻ്റെ 2 വശങ്ങളിലും അത് ഫീൽ ചെയ്യും. ചിലർക്ക് ഒരു വശത്ത് മാത്രമായിരിക്കും ഫീലിങ്. എവിടെയാണോ ഫീല് കിട്ടുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാം. പതുക്കെ പതുക്കെ നിങ്ങളുടെ ശരീരം ശാന്തമാകുന്നുണ്ട്. നന്നായിട്ട് ആ ശാന്തത അനുഭവിക്കാം. ഇനി ശ്രദ്ധയെ നിങ്ങളുടെ നെറ്റിത്തടത്തിലേക്ക് കൊണ്ടുവരാം. അവിടെ ഒരു പ്രകാശം നിങ്ങൾക്ക് കാണാം. ആ ഡിവൈൻ ലൈറ്റ് നെറ്റിയിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിരസിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സെയിം ടൈം യു ആർ ഗെറ്റിംഗ് പീസ്. ശാന്തമായ ഒരവസ്ഥ. ഇതേ അവസ്ഥയിൽ നാം ഒരു യാത്ര പോവുകയാണ്. മുകളിലോട്ട് നീലാകാശത്തിലൂടെ നക്ഷത്രങ്ങൾക്കിടയിലൂടെ സൂര്യനെയും ചന്ദ്രനെയും മറികടന്ന് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് നാം ഇപ്പോൾ ഒരു പുതിയ ഇടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെയാണെങ്കിൽ വല്ലാത്തൊരു ദിവ്യ ചൈതന്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് ആ ദിവ്യ ചൈതന്യം, ആ ദിവ്യത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. സെയിം ടൈം പ്രഭാത കിരണങ്ങളെ പോലെ സുവർണ രശ്മികൾ നമ്മളിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ രശ്മികൾ നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സെയിം ടൈം യു ആർ ഗെറ്റിംഗ് പീസ്. ശാന്തി, ആനന്ദം, ആരോഗ്യം, സന്തോഷം. ആ ദിവ്യ ചൈതന്യം നമ്മളിൽ നിറച്ചുകൊണ്ടേയിരിക്കുന്നു. ശാന്തി, ആനന്ദം, ആരോഗ്യം, സന്തോഷം, പീസ്, പ്യൂരിറ്റി, ലവ്, ഹാപ്പിനെസ്. ഇതെല്ലാം നിറക്കുന്ന ആ പ്രകാശ സ്രോതസ്സിനെ, ഉദയ സൂര്യനെ പോലെ ആ പ്രകാശ സ്രോതസ്സിനെ വളരെ അടുത്ത് നമുക്ക് കാണാം. മനസ്സിൽ നന്ദി നിറച്ചുകൊണ്ട് പരമാവധി എനർജി അവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുക.
എല്ലാ ഭാരവും അവിടെ ഇറക്കി വെക്കാം. ആ പ്രകാശത്തിലേക്ക് നിക്ഷേപിക്കാം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മളിവിടെ ഉപേക്ഷിക്കുകയാണ്. സൈലൻസിലൂടെ കുറച്ചു നേരം നിങ്ങൾക്ക് ആ മഹാശക്തിയുടെ മുന്നിൽ സംസാരിക്കാം. പരമാവധി ദിവ്യ ചൈതന്യം സ്വീകരിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും നമ്മളെ വിട്ടുപോയിരിക്കുന്നു. ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളെ വിട്ടുപോയിരിക്കുന്നു. പകരം എന്നിൽ നിറഞ്ഞൊഴുകുന്നു ശാന്തി, ആനന്ദം, ആരോഗ്യം, സന്തോഷം. ഇവയെല്ലാം നിറച്ച ആ പ്രപഞ്ച ശക്തിക്ക് ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് മുഖത്തൊരു ചെറിയ പുഞ്ചിരിയോടെ മനസ്സുകൊണ്ട് നന്ദി പറയാം. താങ്ക് ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. തിരികെ യാത്രയ്ക്കുള്ള സമയമായി. നീലാകാശത്തിലൂടെ താഴോട്ട് താഴോട്ട് താഴോട്ട്. എവിടെയാണോ നാം ഇരിക്കുന്നത് നാം അവിടെ എത്തിയിരിക്കുന്നു. പക്ഷേ ഒരു പുതിയ വ്യക്തിയായി എന്നിൽ നിറഞ്ഞൊഴുകുന്നു ശാന്തി, സമാധാനം, സ്നേഹം, സന്തോഷം. I'm a great soul with full of happiness, peace and energy. I'm a great soul with full of happiness, peace and energy. ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ഒരുപാട് മനസ്സിലാക്കുന്നു. എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നെയും ഈ ലോകത്തെയും ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നു. ഇതെല്ലാം സാധ്യമാക്കിയ ആ ശക്തിക്ക് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കാം. വിത്ത് ഫുൾ സ്മൈൽ. താങ്ക് യു. മാം ലെഫ്റ്റ് ആയി തോന്നുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് പവർ പോയി. താങ്ക് യു. അത് കഴിഞ്ഞ് പവർ പോയിരുന്നു കേട്ടോ, പക്ഷെ അത് ഫിനിഷ് ആക്കാൻ പറ്റി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ആ ഒരു ലൈറ്റ് എനർജിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റിയോ? ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ മാം. പുതുതായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്താ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വന്നത്? നമ്മുടെ ശരീരത്തിൽ കൂടെ വന്നു, ആ വെളിച്ചം വന്നു, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തോന്നിയത്. വേറെ ആർക്കെങ്കിലും? സലീന, ഹഫ്സ മാം, ഷാഹില, ഭീമ, എനിവൺ? ആദിൽ തിലു തരാണ്, പുതിയ ഒരാളാണല്ലോ, ഫസ്റ്റ് ടൈം ആണ് ജോയിൻ ചെയ്യുന്നല്ലേ? ഹലോ ഡിയർ, നിങ്ങൾ ഇതിന്റെ ബാക്കിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ചാറ്റിലെങ്കിലും നിങ്ങളൊന്ന് പറയണം. ക്യാമറയും ഓൺ ചെയ്യില്ല. നിങ്ങൾക്ക് പകരം ഇവിടെ ആരാ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു ബോധ്യമില്ലല്ലോ. ഒന്ന്
വോയിസിൽ വരിക, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്യുക, ഓർ ചാറ്റ് യൂസ് ചെയ്യുക. ഹലോ ഓക്കെ സെലീന പറഞ്ഞു. വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. മെഡിറ്റേഷൻ വരുമ്പോൾ നമ്മളെ തന്നെ മറന്ന് മറ്റൊരു നമ്മളായി മാറുക എന്നുള്ളതാണല്ലോ. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തി, നമ്മൾ പറഞ്ഞ് സ്വതന്ത്രരായിട്ട് നമുക്കൊരു നല്ലൊരു ഫീലിങ്സോട് കൂടി തന്നെ ഇത് കവർ ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഹാങ്ങിൽ ഇങ്ങനെ നിൽക്കണ്. പെട്ടെന്ന് എന്നാലും കഴിഞ്ഞത് കൂടെ കൈയൊക്കെ റബ്ബ് ചെയ്ത് മുഖത്തൊക്കെ സ്പ്രെഡ് ആയി, അങ്ങനെ പിന്നെ അതിൽ നിന്ന് റിക്കവറായി നല്ലൊരു പുഞ്ചിരിയോട് കൂടി തന്നെ ഇപ്പൊ ഇരിക്കാണ്. ഓക്കെ, കുറച്ചുകൂടെ സമയം നമ്മൾ ഇതിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു അനുഭൂതി ആയിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് സമയം മാത്രമാണ് നിങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഒരു ലിമിറ്റേഷനിൽ ചെറിയൊരു ക്ലിംസ് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നിട്ടുള്ളത്. ഹായ് ഡിയർ അതിൽ ദിലു, എന്താണ് പേരെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. സുനീറ ആണോ? അല്ല മാം, മൈക്ക് മൈക്ക് മൈക്കോണല്ല, മൈക്കോണോ? മൈക്ക് ഒന്ന് ഓൺ ചെയ്തു മാം. വൺസ് മോർ, ഒന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. യെസ്, ഓക്കെ. കേൾക്കുന്നില്ലല്ലോ മാം. അപ്പ എന്നാണോ പറയുന്നത്? വോയിസ് കേൾക്കുന്നില്ല. ഇവിടെ മൈക്ക് ഓണാണ്. സൗണ്ട് കേൾക്കുന്നില്ല. മൈക്കിന്റെ അതിൽ ഒന്നും കൂടെ കഴിയാം. മ്യൂട്ടാണ് ഇപ്പോൾ. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തേക്ക്. അതില് താഴെ താഴെ മൈക്കിന്റെ സിമ്പിൾ കാണുന്നില്ലേ വീഡിയോയുടെ അടുത്ത്? കിട്ടുന്നില്ല, കുഴപ്പമില്ല മാം, ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി എന്താണെങ്കിലും. ഓക്കെ, ഗ്രൂപ്പിൽ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ എനിവേ ഇതിന്റെ കുറച്ചധികം സമയം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും വല്ലാത്തൊരു ഫീലില് നമ്മൾ അതിലിങ്ങനെ ലയിച്ച് ചേർന്ന് പോകും. ഇതാണ് മെഡിറ്റേഷന്റെ പവർ. നമ്മൾ അതുവരെ പല ചിന്തകളിലൂടെയും ടെൻഷനിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ബ്രീത്ത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കുറച്ച് സമയം ഇരുന്നാൽ പോലും നമുക്ക് ഉണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്, ആ ഒരു സമാധാനം. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊന്നും കിട്ടൂല. അത് കിട്ടുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്, ഉള്ളിൽ നിന്ന് തന്നെയാണ്. അത്രയും പവറാണ്. സോ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അത് ആ ഒരു ആസ്വാദനം വരുന്ന സമയത്താണ് ഇത്രയും പവർഫുൾ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള തോട്ടിൽ നമുക്ക് ആ ഡിവൈൻ കണക്ഷനോട് പവർഫുൾ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമ്മളെ നോക്കുന്നില്ല അല്ലെ. നീ നിന്നെ അറിയാം ആദ്യം, എന്നാലേ നിനക്ക് എന്നെ അറിയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. നീ എന്നെ അറിയാത്തടത്തോളം കാലം നിനക്ക് എന്നെ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നോക്കാതെ ചുറ്റിനുള്ള പ്രശ്നങ്ങളിൽ മൊത്തത്തിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാ നമുക്ക് അവനെ അറിയാൻ വേണ്ടി പറ്റുക? സോ ഫസ്റ്റ് നമ്മളെ കുറിച്ചുള്ള ഒരു ബോധം. ഇതൊരിക്കലും സെൽഫിഷ് അല്ല കേട്ടോ. സെൽഫിഷ്, സെൽഫ് ലവ് രണ്ടാണ്. സെൽഫിഷ് ആയിട്ട് ഒരു അത്യാഗ്രഹിയായിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു സെൽഫ് ലവ് നമുക്ക് എത്രമാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള, അപ്പൊ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ പുതുതായിട്ട് വാങ്ങി, ആ പുതിയ മൊബൈൽ ഫോൺ നിങ്ങൾ ഒട്ടും നോക്കുന്നില്ല എന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇങ്ങനെ അതിനെ കേടെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് തന്ന ഹസ്ബൻഡ് എന്ത് ചെയ്യും? നിനക്ക് ഞാൻ വാങ്ങിച്ചു തരൂല, നിനക്ക് എപ്പോ നോക്കിയാലും തന്നെ കുട്ടികൾ കളിച്ചായിട്ട് കൊടുക്കുക, അങ്ങനെ ഇട്ടെന്ന് ഫുള്ള് ചീത്തായിരിക്കും. കാരണം വാങ്ങി തന്ന ഹസ്ബൻഡിന് അറിയാം അതിന് എത്രമാത്രം വാല്യൂ കൊടുത്തിട്ടാണ് അത് തന്നിട്ടുള്ളത് എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാം അത് അത്രമാത്രം പവർഫുള്ളാ. എന്നിട്ട് നമ്മളെ നോക്കാതെ കേടുവരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല അല്ലെ. ഇത് തന്നെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കെയർ ചെയ്യാനാണ്, നമ്മളെ സ്നേഹിക്കാനാണ്. നമ്മളെ സ്നേഹിക്കുന്നതിലൂടെ നമ്മൾ സ്നേഹം പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇറ്റ്സ് നോട്ട് സെൽഫിഷ് എന്ന് ഞാൻ എടുത്ത് പറയണം. കാരണം ഇത് മനസ്സിലാക്കിയിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, അത്യാഗ്രഹികളായിട്ട് സ്വയം ഒരു അത്യാഗ്രഹത്തിനപ്പുറത്തേക്ക് എന്താണ് സെൽഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം മതി, വേറെ ആരും എനിക്ക് വേണ്ട, ആ രൂപത്തിലേക്ക് മാറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്.
എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവളും പോയിട്ട് സൈക്കോളജി പഠിച്ചു. പക്ഷെ അവളിത് മനസ്സിലാക്കി വെച്ചത് വേറെ വേർഷനിലാണ്. നേരെ ഹസ്ബൻഡിനെ ഡൈവേഴ്സ് ചെയ്തിട്ട് അവൾ എന്ത് ചെയ്തു, സ്വന്തം കാലിൽ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ അവള് ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് പഠിച്ചിട്ട് കുട്ടിയുണ്ട്, കുട്ടീനെ പോലെ അവിടെ ഇട്ടിട്ട് അവൾ ഒറ്റയ്ക്ക് കാര്യം തേടി പോകുന്നു. ഇതല്ല, ഈ ജേണിയല്ല, കൂടെ നിൽക്കുന്നവരെ കൂട്ടി പിടിച്ചുകൊണ്ടുള്ള ജേണിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അല്ലാതെ എന്താ അതുകൊണ്ട് പ്രയോജനം? ഒരു കാര്യമില്ല. സോ നമ്മള് ഒന്ന് ആലോചിച്ചാൽ മതി, ഈ ഒരു സ്നേഹം നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ നമുക്കിങ്ങനെ ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിക്കാൻ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളെ കാണാൻ വല്ല രസം ഉണ്ടാവോ? മോന്തയും കറുപ്പിച്ചിരുന്നാല് അല്ലെ, കടന്നല് കുത്തിയ പോലെയാണ് എന്റെ മോന്ത എന്ന് പറയാറുണ്ടോ ചിലപ്പോ ചില കെട്ടിയന്മാരൊക്കെ. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ഇരുത്താണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സ്മൈൽ പൂർണ്ണമായിട്ട് ഉള്ളെന്ന് വരണമെങ്കിൽ ഉള്ളിനറിയണം, അപ്പോഴുള്ള ഉള്ളിന്ന് വരിക. അല്ലെങ്കിൽ ഇത് ഉള്ളീന്ന് വരിക എന്ന് പറഞ്ഞ പോലെ ഉള്ളീന്ന് വരുന്ന ഉള്ളി വരുന്ന പോലത്തെ കണ്ണുനീരായിരിക്കും, അല്ലെങ്കിൽ ആ സ്മൈലായിരിക്കും നമുക്ക് വരിക. ഒരു സൈക്കിളുമെന്ന് വീണ ചിരിയൊക്കെ വരും അല്ലെ, ആ ടൈപ്പ് ഓഫ് ചിരി. അത് ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ളെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിനറിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെൽഫിനെ അറിയുക, സെൽഫിനെ മനസ്സിലാക്കുക. ആ ഒരു അവയർനെസ് നമ്മളെ കിട്ടിക്കൊണ്ട് നമുക്ക് ആ ഒരു ഡിവൈനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ആ ഒരു സുഖം, ആ ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്, ഇതൊന്നുമല്ല. അത് ആസ്വദിച്ചുള്ള ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ ശരിക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നല്ല, അതിന് അറ്റം ഉണ്ടാവില്ല. അത്രയും കാര്യങ്ങൾ ചെയ്യാനും ആ ഒരു സുഖം നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴേക്കിനും പടച്ചം തരും അല്ലെ. തേടുമ്പോഴേക്കിനെ തരും. നീ മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുന്നതാണ്. നമ്മൾ മുട്ടാതിരിക്കുന്ന അടുത്താണ് ഇത് തുറക്കാതിരിക്കുന്നത്. പലപ്പോഴും മുട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ മുട്ടുന്ന എന്താ, സങ്കടങ്ങളും പരിഭവങ്ങളും മാത്രമാണ്. പഠിച്ചോനെ എന്റെ കുട്ടിക്ക് അസുഖം കൊടുക്കല്ലേ എന്ന് പറയും. എന്നാ ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റാ തേടിക്കൊണ്ടിരിക്കുന്നത്. അസുഖം കൊടുക്കല്ലേ എന്ന് പറയുന്നതിന് പകരം എന്തിനാ അസുഖത്തിന് വേണ്ടിയിട്ട് തേടുന്നത്? എനിക്ക് സുഖവും സൗകര്യം തരണേ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ, സുഖം കൊടുക്കണേ, സമാധാനം കൊടുക്കണേ. ഇങ്ങനെ കുറെ നല്ല വാക്കുകൾ ഉണ്ടാവുമ്പോൾ പോകുന്നത് എപ്പോഴും ഈ നെഗറ്റീവിലേക്ക് മാത്രമാണ്. നല്ല തണുപ്പാ, നല്ല അടിപൊളിയായിട്ടുള്ള തണുപ്പില് നല്ല കമ്പിളി പുതപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ. അതുപോലെ തന്നെ മരങ്ങളൊക്കെ നല്ല തണുപ്പേറ്റ് കഠിനമായ ശൈത്യത്തിൽ ഇല പൊഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ അതൊക്കെ അതിൽ നിന്ന് അവർ ആ ഒരു സമയത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഉറുമ്പുകളൊക്കെ കണ്ടിട്ടില്ലേ, മഴക്കാലം വരുമ്പോ ഭക്ഷണം എന്ത് ചെയ്യും, കൊണ്ടുപോയി അവരുടെ മാളത്തിൽ ഒരു കൂട്ടി വെക്കും. ഇങ്ങനെ ഓരോ ജീവികളും ആ ഒരു തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള അവരുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ സമയത്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ ഓരോന്നെടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ ശക്തമായ തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ തേടുമായിരിക്കും, വല്ലാത്ത തണുപ്പാ, ഇതിൽ നിന്നൊന്ന് രക്ഷ തരണേ. നമുക്ക് അത്ര ഇല്ലെങ്കിലും പല നാടുകളിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ ജന്തുക്കളായാലും ജീവികളായാലും അവരൊക്കെ തേടുകയാണ്. ആ തേട്ടത്തിന് ഒരു നാൾ അവസാനം ഒരു ഉത്തരം തരും. അങ്ങനെ വസന്തം വരും. സുന്ദരമായിട്ട് ആ വസന്തം വരുന്ന സമയത്ത് ആ കൊഴിഞ്ഞ ഇലകളൊക്കെ എന്ത് ചെയ്യും, അവിടെ പുതിയ നാമ്പുകൾ വരും, പുതിയ പൂക്കൾ വരും. എല്ലാവരുടെ പ്രശ്നങ്ങളും മനുഷ്യന്റെയും ജന്തു ജീവജാലങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ആയിക്കൊണ്ട് ആ വസന്തം, ആ പൂക്കൾ അവിടെ വിരിയുന്ന സമയത്ത് അതാണ് അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ അല്ലെ. അതുവരെ അനുഭവിച്ച പ്രയാസത്തിൽ നിന്ന് അവിടെ സുന്ദരമായ പൂന്തോട്ടങ്ങളും പൂക്കളൊക്കെ കാണുമ്പോൾ എത്ര ഭംഗിയായിരിക്കും. ഇതുപോലെയാണ് നമ്മളെ ലൈഫിൽ പ്രശ്നങ്ങൾ തരുന്നത്. ആ പ്രശ്നങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ മറന്ന് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, അതിന്റെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അപ്പൊ നമുക്ക് അതൊരു മറയാണ്. ഈ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ ഒരു മറയിട്ട് തരികയാണ്. ആ മറയെ നമ്മളിങ്ങനെ നീക്കിയെടുത്ത് കഴിയുമ്പോഴാണ് നമ്മളെ മുന്നിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ നിധി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ആ നിധി ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതുപോലത്തെ മറകൾ ആവശ്യമാണ്. പക്ഷെ മറ നീക്കാൻ നമുക്ക് പറ്റണം. ശക്തമായിട്ട് ഈ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കാം. ഡയറക്റ്റ് പോയിട്ട് ആ സൂര്യൻ, ഇപ്പൊ നമുക്ക് സൂര്യൻ വേണം, നമുക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ വേണം അല്ലെ, ഓരോന്ന് കാണണമെങ്കിൽ, ഇവിടുത്തെ സസ്യങ്ങൾ വളരണമെങ്കിൽ, നമുക്ക് വൈറ്റമിൻ ഡി വേണമെങ്കിൽ, എല്ലാത്തിനും സൂര്യൻ ആവശ്യമാണ്. സൂര്യന്റെ വെളിച്ചം നമുക്ക് ഇല്ല എങ്കിൽ നമുക്കൊന്നും ഇവിടെ സാധ്യമല്ല. പക്ഷെ ആ സൂര്യന്റെ അടുത്താണ്, നമ്മുടെ സൂര്യൻ ഇങ്ങനെ നമ്മളെ അടുത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
നമ്മളിങ്ങനെ തൊട്ടില്ല എന്നുള്ള പോലെ സൂര്യന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് കഴിയില്ല, കത്തിച്ചാമ്പലായി പോകും അല്ലെ. ഇതുകൊണ്ടാണ് നമുക്ക് ആ സൂര്യനെ ഇങ്ങനെ ഒരു കുറച്ച് നീളത്തിൽ വിട്ടിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത്രയും കപ്പാസിറ്റി ഉള്ള ആ ഒരു സൂര്യനെ എന്തുകൊണ്ട് നമ്മൾ അടുത്തേക്ക് എത്തിക്കുന്നില്ല? എത്തിക്കഴിഞ്ഞാൽ അറിയാൻ പഠിച്ചോനെ നിങ്ങൾ കരിഞ്ഞു പോവും, അത്രമാത്രം ശേഷിയുള്ളൂ നമുക്ക് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആ കരിഞ്ഞു പോവാതെ ചാമ്പലായിട്ട് പോകുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ അനുഗ്രഹങ്ങൾ ചിലപ്പോ ഒറ്റയടിക്ക് അങ്ങ് തന്നിട്ടുണ്ടെങ്കിൽ നാ പിടിച്ചതൊക്കെ നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ നിധിയെ പല രൂപത്തിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ അതിൽപ്പെട്ട് നമ്മൾ കരിഞ്ഞ ചാമ്പലായി ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങൾ നമുക്ക് മറയായിട്ട് തരുന്നത്. ആ പ്രശ്നങ്ങളെ നീക്കിക്കൊണ്ട് ആ ദിവ്യ ചൈതന്യം തേടിയിട്ടുള്ള യാത്രയാണ് നമുക്ക് വേണ്ടത്. സോ ഡിയേഴ്സ്, അതിനുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ മുന്നിൽ നമ്മളെ ക്ലാരിറ്റി കോഡിലൂടെ നെക്സ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് തരുന്നത്. അത് ആ ഒരു ഡിവൈൻ കണക്ഷൻ, നിങ്ങൾ എന്തിലാണോ നിങ്ങൾ പെട്ടുകിടക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ടൂൾസ് ആണ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യുന്ന അത്രയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു നിധി നമ്മളെ മുന്നിൽ ഉണ്ടായിട്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ, അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്, അല്ലെങ്കിൽ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് നമ്മളെ മുന്നിൽ ഈ ഒരു അത്രയും ലക്ഷങ്ങൾ വൃത്തിയായിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളെ ലൈഫ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അസുഖങ്ങൾ മാറ്റാം, അസുഖങ്ങൾ വരാൻ നിൽക്കേണ്ട ആവശ്യമില്ല, അസുഖങ്ങൾ വരുന്നതിന് മുന്നേ അത് മാറ്റാം. എന്ത് തന്നെയായിട്ട് നമുക്ക് അത്രയും സർജറി ലെവലിലേക്ക് പോകുന്നവർക്ക് പോലും അതില്ലാത്ത രൂപത്തിലേക്ക് ഈ മൈൻഡ് പവർ യൂസ് ചെയ്യുന്നതിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ദാമ്പത്യ പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിലും, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിലും, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, മറ്റ് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതിനെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സൊല്യൂഷനിലുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ലൈഫിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. അത് ഉപയോഗപ്പെടുത്താൻ അറിയാം, അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അത്രയും വേർത്തി ആയിട്ടുള്ള സാധനം നിങ്ങൾ അത്ര അധികം പേരിലേക്കും എത്തിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് ഒരു ചെറിയ പ്രൈസ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. വെറുതെ കൊടുക്കുന്നതിന് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള പലപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ വെറുതെ കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് അതിനൊരു വില നമ്മൾ കാണണം അല്ലെ. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സാധനം വെറുതെ തന്നാൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഉപയോഗം എടുത്തിട്ട് അങ്ങ് ഇടും. പക്ഷെ നിങ്ങൾ അത് ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്താണല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു പ്രൈസ് അതിന് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നത്തേക്ക് മാത്രം ഒരു സക്സസ്, അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഫറിൽ ഇന്നത്തേക്ക് മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്ന് നിങ്ങളെ സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിന് റൈറ്റ് കൂടാനും ചാൻസ് ഉണ്ട്, കാരണം അത്രയും വൃത്തിയാണത് എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ സ്ലോട്ട്സ് മാത്രമാണ്. 5000 റൈറ്റ് വരുന്ന 5000 മാത്രമാണ് ഇപ്പൊ നമ്മൾ അതിന് റൈറ്റ് ഇട്ടിട്ടുള്ളത്. ആ 5000 റൈറ്റ് വരുന്ന സാധനം ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓൺലി 2500 നിങ്ങൾക്ക് കിട്ടും. വെറും 2500 രൂപക്ക് പെരുന്നാളിന് ഒരു ചുരിദാർ വാങ്ങേണ്ട പൈസയ്ക്ക് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബിഗ് ഓഫറാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത് ഒരിക്കലും ആ ചാൻസ് മിസ് ചെയ്തെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത്രയും വൃത്തിയാണ്. നിങ്ങളെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ചുരിദാറോ എന്ത് ലൈഫ് സ്റ്റൈലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ് മൈൻഡ് ടൂൾ യൂസ് ചെയ്തുകൊണ്ടുള്ള എ ക്ലാരിറ്റി കോഡ് ഷിഫ്റ്റിംഗ് യുവർ മൈൻഡ്, ബോഡി ആൻഡ് എനർജി. ഓക്കെ, അപ്പൊ അത്രയും ആ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന്, നിങ്ങളെ ലൈഫിനെ സക്സസ് ആക്കി എടുക്കുന്നതിന് സഹായകരമായിട്ടുള്ള ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ അതെടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ അത്രയും വേർത്തിയാണ് നിങ്ങൾക്ക് ആ ഒരു അവസരം പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം, ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വേണോ വേണ്ടിയോ ഒന്ന് തീരുമാനിക്കല് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. ഓക്കെ, ബിക്കോസ് അത് ചില ആളുകൾ അതിൽ ഓക്കെ ആയിരിക്കും. ബിക്കോസ് അവർക്കറിയാം അവരുടെ ലൈഫ് ഇനി മാറേണ്ട സമയമായിട്ടുണ്ട്. ഇതുവരെ പോയതുപോലെ ഇനി പോവേണ്ടതല്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വരുന്ന സമയത്ത് ആ തിരിച്ചറിവ് നമുക്ക് കിട്ടുക എന്നുള്ള, ആ തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യും. അതല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ പ്രശ്നങ്ങളിട്ട് അതിൽ നിന്ന് അവരൊന്നും കൂടെ എന്ത് ചെയ്യേണ്ടി ഒരു മോൾഡ് ചെയ്ത് ആ ലൈറ്റ് അവർക്ക് കിട്ടേണ്ട സമയം ഇനിയും മേ ബി ഉണ്ടായിരിക്കാം. എന്തായിരുന്നാലും നിങ്ങളുടെ സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യും.
ഇൻഷാല്ല. ഇത്രയും സമയം കേട്ടിരുന്ന ഈ 1, 2, 3 ദിവസം നമ്മളെ കൂടെ ഉണ്ടായിട്ടുള്ളവരും ഇന്ന് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളവർക്കൊക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഹോസ്റ്റ് ഡിയർ മെന്റി നംസിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിലും നിങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഓരോ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളെയും നിങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫാമിലി ബോണ്ടിങ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിൽക്കുക എന്നുള്ളത് കൂടെയാണ് ഓർമ്മപ്പെടുത്തിയിട്ട് ഓവർ ടു യു നംസി. താങ്ക് യു സോ മച്ച് മാം. ഞങ്ങൾക്ക് ഇത്രയും നേരം ഞങ്ങളുടെ മൈൻഡിനെ വേറൊരു ലെവലിലോട്ട് ഞങ്ങളെ എത്തിച്ചതിന് ഒരുപാട് അകമഴിഞ്ഞ് മനസ്സിൽ തട്ടി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. കാരണം ആ ഒരു മെഡിറ്റേഷനിലൂടെ തന്നെ അത്രയും ഇപ്പോ മൈക്ക് ഓൺ ചെയ്തവരും അല്ലാത്തവരൊക്കെ ഉള്ളിൽ അവർ ആ ഒരു ഇതിൽ കണ്ടുകൊണ്ട് അത് മനസ്സിൽ തട്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മളൊരു ആകാശത്തിന്റെ ആ ഒരു തട്ടിലോട്ട് പോയിട്ട് ആ ഡിവൈനെ കണക്ട് ചെയ്ത് അത് നമ്മൾ തിരിച്ചു പോന്നപ്പോ എന്റെ അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞു ഒഴുകി എന്നാണ് സത്യമായിട്ടും മനസ്സ് തട്ടിയിട്ടാ ഞാൻ പറയുന്നത്. കാരണം കൃഷ്ണനെ പെട്ടെന്ന് പൂർത്തിയാക്കുക, അത് പെട്ടെന്ന് അത് തീർന്നു പോയല്ലോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും മനസ്സിലേക്ക് ഇത്രയും ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു കണക്ഷൻ നമ്മൾ മാമിന് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എത്ര പറഞ്ഞാലും അതിന് നന്ദി പറയാൻ വാക്കുകളില്ല. എന്തായാലും ഇത്രയും കുറച്ച് സമയത്തേക്കാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്ത് ഷെറിൻ മാം, അതുപോലെ സെലീന മാം, ഹഫ്സ മാം, നാജിയ മാം, അതുപോലെ ഷെറിൻ, എല്ലാവർക്കും മാമിനും അതുപോലെ എല്ലാവർക്കും എന്റെ അകമഴിഞ്ഞിന് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ വക, ഞങ്ങളുടെ മെന്റീസിന്റെ അതുപോലെ ഞങ്ങളുടെ മാമിന്റെ വക നിങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഈ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ തുടർന്ന യാത്രയിലും ജേണിയിലും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അകമഴിഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ താങ്ക്സ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി വൈൻഡപ്പ് ചെയ്താലോ മാം? എന്നാ ഫീഡ്ബാക്ക് എടുത്തോളൂ. ഓക്കെ. ഷെറിൽ, സലീന, ഹഫ്സ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത്? ഇത്രയും 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മുടെ മുന്നിൽ ഇരുന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് തോന്നിയ ഒരു ഫീൽ എന്താണെന്നുള്ളത് ഒന്ന് അറിയിക്കോ ഷെറിൽ? ഹലോ മാം. 7:15 സമയം കടന്നുപോയത് അറിഞ്ഞില്ല. ഇത്രയും സമയം നമ്മൾ ഇവിടെ ഇരുന്നു എന്നുള്ളത്. പിന്നെ ഇപ്പൊ മെഡിറ്റേഷൻ ആകുമ്പോഴും അത് തീർന്നു പോയി, അത് തീർന്നു പോയി മനസ്സിലായത്. അത് പിന്നെ മുഴുകിയിരിക്കല്ലായിരുന്നു. മുബഷിറ മാം, താങ്ക് യു. ഭയങ്കരമായിട്ട് അത് മൈൻഡില് ഇങ്ങനെ ഇപ്പോഴും അതിന്റെ ഒരു ഫീലുണ്ട് ശരീരത്തിലും മൈൻഡിലും ഒക്കെ. ഇനി തുടർന്നും നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതങ്ങനെ തന്നെ നടക്കണം എന്ന് വിചാരിക്കണുണ്ട്. അപ്പം ഇനി കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. ഇനി നിങ്ങളിലൊരാളായി. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു തീരുമാനം എടുക്കലുണ്ടല്ലോ, അതന്നെയാണ്. ആ തീരുമാനം നമ്മൾ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴി നമ്മൾ മുന്നിൽ തുറന്നു വരും. ബാക്കി ഇനി എങ്ങനെ പൈസ ഉണ്ടാക്കുക, എന്റെ ബാക്കിയുള്ളവർ സമ്മതിക്കുക, ഒന്നും ബോധേഡാവണ്ട. ഡിസിഷൻ എടുക്കുക. അത് ആ ഇന്റൻഷൻ, ഈ പറഞ്ഞ പോലെ നീയത്ത് ഉള്ളിൽ സ്ട്രോങ് ആക്കി വെക്കുക. എനിക്ക് മാറ്റം വേണം, എനിക്ക് ജേണല്, ഞാൻ അവരുടെ കൂടെ എനിക്ക് നിൽക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷൻ അത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കി വഴി നിങ്ങളുടെ മുന്നിൽ വരും. താങ്ക് യു. അതെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് മൈൻഡിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ എഴുതി വെച്ച 4 പോയിന്റ് ഉണ്ട്. ആ 4 പോയിന്റ് എനിക്ക് മാറ്റം വരുത്താൻ, എന്റെ മടി, അപകർഷതാബോധം, സ്ഥിരത ഇല്ലായ്മ, ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആദ്യം മുതലേ എന്റെ കൂടെ ഉള്ള ഒരു സംഭവങ്ങളാണ്. അതൊക്കെ മാറ്റം വരുത്താന്ന് വിചാരിച്ചാലും പിന്നെയും അത് തിരിച്ചു വരും. ഒരു ദിവസം പിറ്റത്തെ ദിവസം അതിനേക്കാളും മോശമായിട്ടായിരിക്കും. അതിലെനിക്ക് മാറ്റം വരുത്തണം. ഞാൻ മാറ്റം വരുത്തിയാലാണ് എനിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മാറ്റം വരണം. അപ്പൊ എനിക്ക് നല്ലൊരു സൊല്യൂഷൻ ആണത്. എനിക്ക് നല്ല സന്തോഷം. താങ്ക് യു ഷെറിൻ മാം. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിന് ഞങ്ങൾ ഓരോരുത്തരും അകമഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ഈ ജേണിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു കുടുംബത്തിലെ ഒരാളായിട്ട് നിങ്ങളും കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ.
Hafsa ma'am, are you there? Hafsa ma'am? Salina ma'am, are you there? നല്ലൊരു സെക്ഷൻ തന്നെയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ അതന്നെ നമുക്കും പറയാനുള്ളത്. നല്ലൊരു നമ്മുടെ മെഡിറ്റേഷന് നമ്മൾ വെച്ചിടാൻ പറ്റാത്തതാണല്ല, അത് നമ്മളെ മറ്റു തലത്തിലേക്ക് എത്തിച്ച് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മൾ നമ്മുടേതല്ലാതായി മാറി എന്നുള്ളത് തോന്നും. അപ്പൊ ഈ നിൽക്കുന്ന ഞാനല്ലായിരുന്നു, മെഡിറ്റേഷനിലുണ്ടായിരുന്ന ഞാൻ എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. നമ്മൾ അത്ര ഉയരത്തിലേക്ക് എത്തി വേറൊരു ലോകം തന്നെ കണ്ടുവന്നു എന്നുള്ളൊരു ഇതിലാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ആ 60 ഡിഗ്രി മാറ്റം വരുത്താന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എന്താണ് അത് എന്നുള്ളത് പറഞ്ഞപ്പോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം, നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ. ഞാൻ ഒന്നാമത്തെ ഫസ്റ്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മടി എന്നുള്ളതാണ്. അതിന്റെ കൂടെ എന്തോ ഒക്കെ നാളെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളത്തേക്ക് എന്നുള്ള ആ ഒരു മൈൻഡിലാണ് എപ്പോഴും പോകുന്നത്. എല്ലാ സാധനങ്ങളും ഏറ്റെടുക്കുന്നല്ലാതെ അത് പൂർത്തീകരിച്ച് കൊടുക്കൂല എന്നുള്ളതാണ് എന്റേത്. മടിയാണ് ആ മടിയാണ് മാറ്റിയാൽ തന്നെ ഞാനല്ല നല്ലൊരു ലെവലിലേക്ക് എത്തുമെന്ന് എനിക്കറിയാം. പക്ഷെ ആ മടി മാറ്റാൻ പറ്റുന്നില്ല. കുറെയൊക്കെ ഇതേപോലെ നമ്മള് കുറെ ക്ലാസ് ഇതൊക്കെ കേൾക്കുമ്പോ ആ 2 ദിവസത്തിന് ആ പവറോട് കൂടിയിട്ട് ഭയങ്കര മാറ്റം വന്നു. പിന്നെ നേരെ ഈ മടി ഇന്നെ തന്നെ ചുറ്റിപ്പറ്റിക്കാൻ നിൽക്കുക. അതിന് മാറ്റം വരുത്തണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ കൂടെ ഇപ്പൊ അത്രയും പോസിറ്റീവായിട്ട് നമുക്ക് വിശ്രമം എന്തൊരു ചിരിയോട് കൂടിയിട്ട് നമുക്ക് ക്ലാസ് എടുത്തായിരുന്നു. ആ ക്ലാസ് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവ് ആവുകയാണ്. അത്രയും പോസിറ്റീവായ ക്ലാസ് ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയെന്നുള്ള ആലോചിക്കുമ്പോൾ നല്ലൊരു സന്തോഷം. എനിക്ക് കൂടാൻ പറ്റണമെങ്കിൽ നിങ്ങളെ കൂടെ കൂടാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് മനസ്സിലായിട്ടുണ്ടോ മാമിന്? ഞാൻ അലി അക്ബർ സാറിന്റെ വൈഫാണ്. കോഴിക്കോട് ക്ലാസ്സില് അങ്ങനെ സാറ് എനിക്ക് അയച്ചതാണ് ലിങ്ക്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിനുണ്ടായിരുന്നോ ഹ്യൂമൻ അതെ അതെ അലി അക്ബർ? പേര് എനിക്ക് പെട്ടെന്ന് ഒരു തവണല്ലേ കണ്ടുള്ളൂ, അത് മനസ്സിലായില്ല. ഫോട്ടോയിലുണ്ടല്ലേ, പ്രൊഫൈലിലുള്ള? അതെ. ഓക്കെ, താങ്ക് യു. എന്തായാലും ആ 360 ഡിഗ്രി ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റും. ഇത് ജസ്റ്റ് മോട്ടിവേഷൻ അല്ല, ട്രെയിനിങ് ആണ്. നിങ്ങളെ പ്രോസസ്സ് ചെയ്ത് അതിലൂടെ കൊണ്ടുപോകുന്ന ഒരു ജേണിയാണ്. അപ്പൊ മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോട്ടിവേഷൻ പോലെ ഈ നിങ്ങൾ കേൾക്കുന്നത് അധികം മോട്ടിവേഷൻ ക്ലാസ്സസ് ആയതുകൊണ്ടാണ് അതിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ത്വരയുണ്ടാവും, പിന്നെ അതൊരു പുക പോലെ പോകും. അത് മോട്ടിവേഷൻ. ഇത് അങ്ങനെയല്ല. നമ്മളെ ലൈഫിൽ ഇങ്ങനെ എവിടെയാണ് അത് ക്ലിയർ ചെയ്ത് അതിനൊരു ട്രെയിനിങ് ആണ്. അതിലൂടെ നിങ്ങളും ആ ജേണിയിലൂടെ പോകുന്നതിലൂടെയാണ് ആ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. അതിന് ഒരുപാട് ടൂൾസുകൾ നമ്മളെ കയ്യിലുണ്ട്. ആ ടൂൾസുകൾ എടുത്തിട്ട് പണിയെടുത്തിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സാധ്യമാണ്. ഓക്കെ, നിങ്ങൾ ആ ഡിസിഷൻ എടുത്ത് നമ്മളെ കൂടെ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അല്ലെ, എല്ലാരും ഈ ഒരു പവറോട് കൂടിയിട്ടാണ് ഗ്രൂപ്പ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ പവർ എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇത് എന്റെ പ്രീമിയം മെന്റീസിനെ കണ്ടോ? ഇവരുടെ ഫസ്റ്റ് ഓൺലൈൻ ഫസ്റ്റ് സെഷനാണ്. വേദിയിൽ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ആളുകളുടെ മുന്നിലേക്ക് അവർ ആദ്യമായിട്ട് ഇറങ്ങി വരുന്നവരാണ്. അപ്പം അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് നമ്മുടെ ഈ ഒരു ക്ലാരിറ്റി കോഡ് എന്ന് പറയുന്നത്. അതിൽ അവരുടേതായിട്ടുള്ള കഴിവുകളും അവരുടെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം അതില് നിങ്ങൾ ഒരു മെസ്സേജ് കണ്ടാൽ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ നമുക്ക് തരാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾ കൂടെ നിൽക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ആങ്കറിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാമിന്റെ പേരെന്താണ്? എന്റെ പേര് നംസീറ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെക്ഷൻ ഒക്കെ അടിപൊളിയായിട്ടായിരുന്നു. താങ്ക് യു സോ ഇനിയും മച്ച്. ഒരുപാട് കാര്യങ്ങൾ നംസീറിൽ നിന്നൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്. ഇവരൊക്കെ ഓരോ എൻസൈക്ലോപീഡിയാസ് ആണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നിങ്ങളൊരു മെമ്പർ ആയിട്ട് തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഇങ്ങനെ എത്തിയിട്ടുള്ള ആൾക്കാർ 0 to ഹീറോ എന്ന് പറയുന്ന ജേണിയാണ്. അപ്പൊ അത് തന്നെ നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആക്കുന്നത്.
അത് മറ്റുള്ളവരുടെ കഥകളൊക്കെ നമ്മൾ പറയുന്നതിൽ അപ്പുറത്തേക്ക് നമ്മളെ കഥ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഇൻസ്പിറേഷൻ. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതിലേക്കാ. നമ്മള് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു ഇതല്ല, നമുക്ക് എന്ത് ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, അതിന് ഞങ്ങൾക്ക് പറ്റും എന്നുള്ളത് ഷുവറാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു മാറ്റം എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, അത് സാധ്യമാണ് ഇവിടെ. ഓക്കെ, സാധിക്കട്ടെ. ഇന്റൻഷൻ സ്ട്രോങ് ആക്കിയിട്ട് വെക്കുക, ഞങ്ങൾ ഡൗട്ട് കൂടെ ഉണ്ടാവും. കൊടുക്കാതിരിക്കുക ഒരിക്കലും. ഹഫ്സ മാം, ഹഫ്സ മാം അറിയത്? ഹഫ്സ മാം തിരക്കിലാണെന്ന് തോന്നുന്നു. ഇൻഷാല്ലാ എന്തായാലും ഫീഡ്ബാക്ക് അറിയിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾക്കൊരു ഊർജ്ജമാണ്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ആ ഊർജം ഞങ്ങൾക്ക് തരികയാണ് നിങ്ങൾ. അത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ആരുടെയെങ്കിലും ഒരു വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കഥ കൊണ്ടോ അല്ല. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ആ അനുഭവത്തിലൂടെ കടന്നുപോയിട്ട് ഇവിടെ ഇത്രയും പ്രസരിപ്പോടെ പോസിറ്റീവ് എനർജിയോടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇതേപോലെ മടിയും ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മയും അതുപോലെ തന്നെ പേടിയും ഫിയറും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. ഈ വീഡിയോ ഓണാക്കാതെ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇത്രയും ഊർജ്ജത്തോടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായിട്ടുള്ളൊരു ബാക്ക് ബോൺ ഉണ്ട്. അത് ഞങ്ങളുടെ മുബഷിറ മാമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് 100ൽ 100 100% ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണത്. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മെന്ററിനെ അതുപോലെ ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ച റബ്ബ് നമുക്ക് ഓരോ അവസരത്തിലും റബ്ബ് നമുക്ക് ഓരോ ആൾക്കാരെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു അറിയില്ലേ, അതുപോലെ എത്തിച്ചു തന്ന ഒരാളാണ് മുബഷിറ മാം. അപ്പൊ നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ. ഞങ്ങൾക്ക് ആ കിട്ടിയിട്ടുള്ള ഈ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുള്ള ഈ നിറപുഞ്ചിരി ഉണ്ടല്ലോ, ആ ഒരു നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരും ഓട്ടോമാറ്റിക്കലായിട്ട് മാറി തുടങ്ങും. അപ്പൊ നിങ്ങൾക്കും ആ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ നമ്മളെ കൂടെ നിങ്ങൾ വീണ്ടും ഉണ്ടാവണം ഈ ഒരു ജേണിയില് ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്തോട്ടെ. സമയം നിങ്ങൾ നിന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.